ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ കൺവെൻഷന്റെ 3ാമത് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് സംബന്ധിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരുന്നല്ലോ. എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ തുടർന്ന് ദൈവത്തെ പാടി ആരാധിക്കാനുള്ള സമയം വേർതിരിക്കുകയാണ്. തുടർന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ സജി സമുവൽ, ബ്രദർ ആൻസൺ, രണ്ടുപേരും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കും. നമുക്ക് ഒരുമിച്ച് പാടി ഹിന്ദിയിലും മലയാളത്തിലും പാടി ദൈവത്തെ ആരാധിപ്പാൻ അവസരമുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. हालेलुया। हाथों को उठाकर प्रभु की धन्यवाद करें। हालेलुया, ആമേൻ. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ്റെ 3ാം രാത്രിയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. खास करके हमारी कन्वेंशन की तीसरे रात में पहुंचने के लिए परमेश्वर हमें मौका दिया, इसके लिए परमेश्वर की धन्यवाद करता हूँ और स्तुति करता हूँ. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഡെന്നി ഫിലിപ്പ്, നമ്മുടെ ഡിസ്ട്രിക്റ്റിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ മാത്യു, മുംബൈയുടെ വിവിധ പ്രദേശങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കും കർത്തദാസന്മാർ, എല്ലാവരെയും മറ്റെല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ ഇപ്രകാരം ഈ മീറ്റിംഗിലേക്ക് ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷമായി ഞങ്ങളുടെ സുഹൃത്ത് കുടുംബം ജിജോ അച്ചാൻ കുടുംബം ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ദയക്കുമായി അങ്ങ് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഗാനങ്ങളെ പാടി നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്തോഷവും അനുഭവിക്കുവാൻ സ്വർഗം ഇടയാക്കി തീർക്കട്ടെ. हम जहां पर भी हो वहां पर हम गीत गाने के समय में परमेश्वर को महसूस करने के लिए परमेश्वर हमें कृपा देने पाए. हम साथ मिलकर परमेश्वर की आराधना और स्तुति करेंगे. വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. സൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാ ദേശമതേ. സൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാ ദേശമതേ.
നൽകിയ കർത്താവിന്റെ സന്നിധിയിലേക്ക് വൈകിയ സമയം നമുക്ക് സമർപ്പണത്തോടെ കടന്നു വരാം. യെസ്, നന്ദിയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. जीवन है मैं मिट्टी हूँ, तू है कुम्हार, मुझको उठा मुझको बना, मैं मिट्टी हूँ, तू है कुम्हार, मुझको उठा मुझको बना, अपनी मर्जी पर चलता रहा, तुझको कहीं अपना न कहा, लेकिन प्रभु आज से मैं तेरे क्रूस को ले लेता हूँ, लेकिन प्रभु आज से मैं तेरे क्रूस को ले लेता हूँ। अगली बार तेरी इच्छा पूरी हो जाए, हाथों में तेरे जीवन है। मैं मिट्टी हूँ प्रभु, मैं मिट्टी हूँ, तू है कुम्हार, मुझको उठा मुझको बना। समर्पण के साथ एक बार, मैं मिट्टी हूँ, तू है कुम्हार, मुझको उठा मुझको बना, मुझको उठा मुझको बना। Hallelujah, thank you Jesus. Oh Jesus. Hallelujah. Hallelujah, thank you Jesus.
हालेलुया। सभी जन अपने हाथों को उठाकर प्रभु के एक बार धन्यवाद कहे। हालेलुया, हालेലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം കൂടി കർത്താവിനെ പാടി ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാ സമയവും നമ്മെ കൈവിടാതെ കാക്കുന്നവനാകുന്ന ദൈവം, അവന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് റാഫയായി, ഷാലോമായി, हालेलुया, निस्सियाई നമ്മുടെ കൂടെയുള്ളവനാകുന്ന യഹോവ. आइए हम उस महान परमेश्वर का स्तुति आराधना करें जो हमारे लिए जय है, जो हमारे लिए चंगाई है, जो हमारे लिए शांति है, जिंदगी के हर एक पल में हमारे साथ रहने वाला उस विश्वास योग्य परमेश्वर का हम स्तुति और आराधना करें. आइए हम तालियों के साथ आत्मा की भरपूरी में साथ मिलकर इन गीत के द्वारा प्रभु परमेश्वर का स्तुति करें. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ഈ ഹിന്ദി ഗാനത്തിന് ചേർന്ന് പാടി സ്തുതിക്കാം. हालेलुया. Thank you Jesus. हालेलुया. Hallelujah, Jesus. तालियों के साथ, समझ के साथ. हालेलुया. Thank you Jesus. आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे. आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे. यहोवा राफा वो है तेरा चंगाई देने वाला, चंगा करता हाथों से छूकर आते उसके पास. यहोवा राफा वो है तेरा चंगाई देने वाला, चंगा करता हाथों से छूकर आते उसके पास. बहता उसका लहू क्रूस के तले, बहता उसका लहू क्रूस के तले, आए जो भी उसके पास देता वो छुटकारा. आमीन. आए जो भी उसके पास देता वो छुटकारा. साथ मिलके गाए. आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे. आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक चीज जिसमें हो प्राण यहोवा की आराधना करे. यहोवा शालोम वो है तेरा शांति देने वाला, अपनी आशीषों से वो भरेगा तेरे जीवन को. यहोवा शालोम वो है तेरा शांति देने वाला, अपनी आशीषों से वो भरेगा तेरे जीवन को. महासागर जैसे बाधाओं में खोलेगा द्वार, महासागर जैसे बाधाओं में खोलेगा द्वार. पाप और श्राप होंगे दूर यीशु के लहू से, पाप और श्राप होंगे दूर यीशु के लहू से. आराधना हो आत्मा से, सब मिलकर. आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण यहोवा की आराधना करे. आराधना हो आत्मा से, आराधना
सच्चाई से, हर एक जीव जिसमें हो प्राण, यहोवा की आराधना करे। यहोवा निस्सी वो है तेरा विजय देने वाला, शत्रु तेरे घेरे तुझको, तू न घबराना। यहोवा निस्सी वो है तेरा विजय देने वाला, शत्रु तेरे घेरे तुझको, तू न घबराना। देख तेरे सामने प्रभु ने दे दी विजय, देख तेरे सामने प्रभु ने दे दी विजय। छुटकारा केवल यीशु ही में है, आमीन। छुटकारा केवल यीशु ही में है। आराधना हो आत्मा से, आराधना हो सच्चाई से, हर एक जीव जिसमें हो प्राण, यहोवा की आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई में, हर एक जीव जिसमें हो प्राण, यहोवा की आराधना करे। आराधना हो चारे आराधना करे। आराधना हो आत्मा से, आराधना हो सच्चाई से, यहोवा की आराधना करे। हालेलुया। जीवित सभी प्रभु के संतान आराधना करो। हालेलुया। आराधना की योग्य रे, स्तुतिകൾ योग्य रे, हालेलुया हालेलुया यीशु तेरी आराधना, यीशु तेरी स्तुति हो, तेरी जय हो। Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് പാടി ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്. ഇപ്പോൾ പ്രത്യേകമായിട്ട് മറ്റൊരു ശുശ്രൂഷ ചെയ്യേണ്ടതായ സമയമാണല്ലോ. പ്രത്യേകമായിട്ട് ഒരു പുതിയ ഗാനം ഇപ്പോൾ അത് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് അത് പ്രതിഷ്ഠിക്കുന്ന ഒരു സമയമാണ്. പുതിയ ദൈവനാമത്തിൽ അത് സമർപ്പണ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ജിജോ കുരുള അവർ കുടുംബമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രത്യേക ഞാൻ ഫേസിറ്റിയിലായിരിക്കുന്ന കാലത്ത് ആരംഭമായി ഞാൻ ബോംബെയിൽ വരുമ്പോൾ ജിജോ കുരുള പ്രത്യേകമായിട്ട് എന്നെ സ്വീകരിക്കാൻ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ബോംബെയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ്, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. ജിജോ കുരുളയുടെ കൂട്ടായി കൊടുത്ത ദാസി നമ്മുടെ കോട്ടയത്ത് നിങ്ങളുടെ നാട്ടുകാരാണ്. കോട്ടയത്ത് ചീരഞ്ചിറ IPCയിൽ ദൈവത്തെ ആരാധിച്ചു വരുന്ന ഒരു സഹോദരിയാണ് സിമി എഴുതിയ അനേക ഗാനങ്ങളുണ്ട്. ഇപ്പോൾ അവസാനമായി എഴുതിയ ഒരു ഗാനമാണ് യേശുവിന്റെ വരവങ്ങേറ്റം അടുത്തു എന്നുള്ള ഗാനം. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. യൂട്യൂബിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് മുതൽ അത് ലഭിക്കുന്നതാണ്. ഇന്ന് അത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന പാസ്റ്റർ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ പ്രസിഡന്റും മഹാരാഷ്ട്ര സ്റ്റേറ്റിന്റെ സെക്രട്ടറിയുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KA മാത്യു ആണ്.
ഈ പാട്ട് വളരെ അനുഗ്രഹമാണ്. ഇതിന് ലിറിക്സ് എഴുതിയത് സിമി ജിജോ, മ്യൂസിക് നിർവഹിച്ചിരിക്കുന്ന ദീപ ബൈജു ആണ്. വോക്കൽ ബ്രദർ അൻസൻ, നമ്മുടെ ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ പാടുന്ന ബ്രദർ അൻസൻ ഏലിയാസ് ആണ് അതിന് വോക്കൽ പാടുന്നത്. ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ബ്രദർ സജി സമൂഹൻ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരനാണ്. പ്രത്യേകം കോർണർ സ്റ്റോൺ മീഡിയയുടെ പുതിയ സംരംഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ജിജോ കുരുളയെ നിങ്ങൾ സൂമിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവർ കുടുംബമായിട്ട് ഉണ്ട്. പ്രത്യേകം അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് വേണ്ടി ശക്തമായി അവർ ഓസ്ട്രേലിയയിൽ നിൽക്കുന്നു. അവർക്ക് ദൈവം കൊടുത്ത താലന്തുകൾ ദൈവനാമം മഹത്വത്തിനായി അവരെ വിനിയോഗിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഈ സമർപ്പണ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് പാസ്റ്റർ കെ മാത്യുവിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ഈ സമർപ്പണ ശുശ്രൂഷ അൺമ്യൂട്ട് ആക്കിയതിനു ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ മാത്യു അൺമ്യൂട്ട് ആക്കണം. ദൈവത്തിന് സ്തോത്രം. മഹത്വമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. IPC മഹാരാഷ്ട്ര സ്റ്റേറ്റ്, IPC മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ 26ാമത് വാർഷിക കൺവെൻഷന്റെ 3ാമത്തെ രാത്രി നമുക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കാൻ സർവേശ്വരനായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ ഡെന്നി ഫിലിപ്പ് അവർ ഓർപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ IPC ഫെയ്ത്ത് സിറ്റിയിൽ ആത്മാർത്ഥമായി കർത്താവിനെ ആരാധിച്ചു പോന്ന ബ്രദർ ജിജോ അവറുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ പ്രിയ മകനെ കൂട്ടായി കൊടുത്തതായ തൻ്റെ പ്രിയ ഭാര്യ സിമ്മി ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മാന്യ സഹോദരി ഇതിനോടകമായി പല അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ മകളെ ഉപയോഗിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. താങ്കൾ ഏറ്റവും അടുത്ത സമയത്ത് താൻ എഴുതിയ പാട്ടാണ് യേശുവിൻ വരവ് ഇങ്ങേറ്റം അടുത്തു എന്നതായ ഗാനം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ മാന്യ സഹോദരൻ ബ്രദർ ആൻസൺ ഏലിയാസ് അവറുകളാണ് ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത്. അതുപോലെ ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയ സഹോദരൻ ആമേൻ സജി സാമുവൽ അവറുകളാണ് എന്നുള്ളതും വളരെ സന്തോഷത്തോടുകൂടെ അറിയിക്കുന്നതും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഗാനം യൂട്യൂബിൽ എല്ലാവർക്കും ലഭ്യമാണ് എന്നുള്ളതായ സന്തോഷ കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ബഹുമാന്യരായ സജ്ജനങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ബ്രദർ ജിജോ ആൻഡ് ഫാമിലി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ അവരും സംബന്ധിക്കുന്നു എന്നുള്ളതും പ്രത്യേക സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ഗാനം ശ്രവിക്കുന്ന ക്രിസ്തീയ ഏവർക്കും ക്രിസ്തീയ വിശ്വാസത്തിലും കർത്താവിന്റെ പുനരാഗമനത്തിനുമായി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അതെ പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ ഈ ഗാനം അഥവാ ഈ ശുശ്രൂഷയെ ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളും ബ്രദർ ജിജോ ആൻഡ് തന്റെ വൈഫ് സിമ്മി എന്നിവരെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്. അനേക യൗവനക്കാരൻ ലോകമോഹങ്ങളിൽ കൂടെ ലോകത്തിലെ ഇസങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടതായ നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ദൈവമായ കർത്താവ് അധികം അനുഗ്രഹിക്കേണ്ടതിനായി ഇവരുടെ ശുശ്രൂഷയെ ദൈവം മാനിക്കേണ്ടതിനായി അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, തിരുനാമത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വാഴ്ത്തുന്നു. ഞങ്ങളുടെ മാന്യ സഹോദരൻ ബ്രദർ ജിജോയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ സിമ്മി അവറുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ദൈവമായ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. പ്രിയ മകൾക്ക് ഇതിനോടകമായ അനേക അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. താൻ ഈ അടുത്ത സമയത്തായി എഴുതിയ കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു, ഇങ്ങെത്തിയിരിക്കുന്നു എന്നുള്ളതായ ഈ മനോഹരമായ ഗാനത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ ഗാനം ശ്രവിക്കുന്ന അനേകർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും
കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടെ ഒരുങ്ങുവാനും ഇത് മുഖാന്തരമാക്കി കേൾക്കണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനുഗ്രഹിക്കപ്പെട്ട അനേക ഗാനങ്ങൾ എഴുതുവാൻ, അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയമുള്ളവരെയും അവരുടെ സംരംഭത്തെയും ആമേൻ ഈ ഗാനം ശ്രവിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, നാമത്തെ മഹത്വപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. പ്രത്യേകമായി ഈ പാട്ടിന്റെ ഒരു ട്രീസർ, ഒരു ചില നിമിഷങ്ങളുള്ള ട്രീസർ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണും. അതിനുശേഷം ഈ പാട്ട് പാടി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതിനുശേഷം രണ്ട് ദൈവദാസന്മാർ പ്രാർത്ഥിക്കുകയും കറക്റ്റ് 7:45 തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ നമ്മുടെ മധ്യത്തിൽ ദൈവജനം സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ ആ ട്രീസർ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. യേശുവിൻ വരവിങ്ങേറ്റമടുത്തു, പ്രിയൻ തൻ കാഹളം കേൾക്കാറായി. ഉണർന്നിരുന്നീടാം ദൈവജനമേ, യേശുവിൻ വരവിൽ പോയിടാൻ. പോയിടാം, നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം, നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. ഒരുമിച്ച് ഈ പാട്ട് നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാൻ സമയം വേർതിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. ഇതിന് ലിറിക്സ് സിമി ജിജോ, മ്യൂസിക് ദീപ ബൈജു എന്ന് പറയുന്ന സഹോദരിയാണ്, വോക്കൽ പാടിയിരിക്കുന്നത് ബ്രദർ ആൻസൺ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കർത്താവ് നൽകിയിരിക്കുന്ന പ്രത്യാശ ഉണർത്തുന്ന ഒരു ഗാനം. ഇത് പാടുമ്പോഴും ഇതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴൊക്കെയും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഓർത്ത് പ്രത്യാശയോടെ നിറയുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രത്യാശ ഗാനം ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. യേശുവിൻ വരവിങ്ങേറ്റമടുത്തു, പ്രിയൻ തൻ കാഹളം കേൾക്കാറായി. ഉണർന്നിരുന്നീടാം ദൈവജനമേ, യേശുവിൻ വരവിൽ പോയിടാൻ. യേശുവിൻ വരവിങ്ങേറ്റമടുത്തു, പ്രിയൻ തൻ കാഹളം കേൾക്കാറായി. ഉണർന്നിരുന്നീടാം ദൈവജനമേ, യേശുവിൻ വരവിൽ പോയിടാം. പോയിടാം, നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം, നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. പോയിടാം, നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം, നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. ആമേൻ. കർത്താവിൻ വരവിൽ തന്നിൽ മരിച്ചോർ കല്ലറ വിട്ടെഴുന്നേൽക്കും. വിശുദ്ധിയെ കാത്തു ജീവിച്ചവരും മധ്യവാനിൽ അന്നു ചേർന്നിടും. കർത്താവിൻ വരവിൽ തന്നിൽ മരിച്ചോർ കല്ലറ വിട്ടെഴുന്നേൽക്കും. വിശുദ്ധിയെ കാത്തു ജീവിച്ച
സ്നേഹിച്ചവരും മധ്യവാനിൽ അന്നു ചേർന്നിടും. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. ആമേൻ. ക്രിസ്തുവിൽ ജയാളിയായി തീർന്നോരെല്ലാം പ്രാപിച്ചിടും ജീവകിരീടങ്ങളെ, സ്തുതിച്ചിടും രക്ഷാദായകനാം ദൈവത്തെയും തൻ കുഞ്ഞാടിനെ. ക്രിസ്തുവിൽ ജയാളിയായി തീർന്നോരെല്ലാം പ്രാപിച്ചിടും ജീവകിരീടങ്ങളെ, സ്തുതിച്ചിടും രക്ഷാദായകനാം ദൈവത്തെയും തൻ കുഞ്ഞാടിനെ. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. Oh Jesus, hallelujah. കർത്താവിൻ വചനം പാലിച്ചോരെല്ലാം പ്രിയൻ തൻ വാഗ്ദത്തം പ്രാപിക്കുമേ. ഇത്ര നൽ രക്ഷയെ നഷ്ടമാക്കാതെ നല്ല പോർപ്പൊരുതി ജീവിച്ചിടാം. കർത്താവിൻ വചനം പാലിച്ചോരെല്ലാം പ്രിയൻ തൻ വാഗ്ദത്തം പ്രാപിക്കുമേ. ഇത്ര നൽ രക്ഷയെ നഷ്ടമാക്കാതെ നല്ല പോർപ്പൊരുതി ജീവിച്ചിടാം. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. യേശുവിൻ വരവിങ്ങേറ്റമടുത്തു, പ്രിയൻ തൻ കാഹളം കേൾക്കാറായി. ഉണർന്നിരും നീടാം ദൈവജനമേ, യേശുവിൻ വരവിൽ പോയിടാം. പ്രത്യാശയോടെ യേശുവിൻ വരവിങ്ങേറ്റമടുത്തു, പ്രിയൻ തൻ വാഗ്ദത്തം കേൾക്കാറായി. ഉണർന്നിരും നീടാം ദൈവജനമേ, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്ന് പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ പ്രത്യാശയോടെ. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. ആമേൻ. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ പ്രത്യാശയോടെ. പോയിടാം നാം പോയിടാം, യേശുവിൻ വരവിൽ പോയിടാം. ചേർന്നിടാം നാം ചേർന്നിടാം, യേശുവിൻ കൂടെ ചേർന്നിടാം. യേശുവിൻ കൂടെ ചേർന്നിടാം, യേശുവിൻ
കൂടെ ചേർന്നിടാം യേശുവിൻ കൂടെ ചേർന്നിടാമേ ബലവേ ബലശരദലേ പ്രത്യാശയോടെ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ മഹത്വമേറിയ പ്രത്യാശയെ നൽകിയവനെ ഹല്ലേലൂയ ജയജീവനെ നൽകിയവനെ യേശുവേ ഓ we bless your name Lord we bless your name Lord മഹത്വത്തിന്റെ പ്രത്യാശയെ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ഹല്ലേലൂയ. പിതാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അങ്ങേ പാടി സ്തുതിപ്പാൻ അങ്ങേ ആരാധിപ്പാൻ മഹത്വമേറിയ പ്രത്യാശയുടെ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവമേ അങ്ങേ സ്തുതിപ്പാൻ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഈ വലിയ പ്രത്യാശയ്ക്ക് ഈ വലിയ അധികാരത്തിന് ഞങ്ങൾ യോഗ്യരല്ല എങ്കിലും അങ്ങയുടെ ക്രൂശിൽ ചിന്തിയ രക്തം കർത്താവെ ഞങ്ങളെ അതിന് യോഗ്യരാക്കിയതിനാൽ കർത്താവിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമർപ്പണത്തോടെ അവിടുത്തെ വചനത്തിന് മുന്നിലേക്ക് കർത്താവയുടെ ആത്മശക്തിയുടെ മുന്നിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ മെനയണമേ, ഞങ്ങളെ പണിയണമേ കർത്താവെ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം, സഹായിക്കണം. സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കുന്നു യേശുവേ. സകലവും യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ഗാനങ്ങൾ നമുക്ക് പാടി ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അതിന് നേതൃത്വം കൊടുത്ത ബ്രദർ സഞ്ജി സമൂലിനോടും അൻസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തുടർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുകയാണ്. രണ്ട് ദൈവദാസന്മാരാണ് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നത്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജേന്ദ്ര ജോഷി, രണ്ടാമതായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് മുളവന. ഈ രണ്ട് ദൈവദാസന്മാർ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുക. ആജ് പ്രഭു का सन्निधि में आने के लिए प्रभु अवसर दिया. ദൈവ സന്നിധി നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. दो पास्टरमान लोग अभी प्रेयर करेगा. पहले पास्टर राजेंद्र जोशी, इसके बाद अभी पास्टर जेम्स मुളവന प्रार्थना करेगा. പ്രാർത്ഥനയ്ക്ക് നമുക്ക് എല്ലാവർക്കും തലകള വണക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ രണ്ട് ദൈവദാസന്മാർ പ്രാർത്ഥന നമ്മെ സഹായിക്കും. Praise the Lord. Hallelujah. Hallelujah. आइए हम लोग परमेश्वर के चरणों में प्रार्थना के लिए सरों को झुका के प्रार्थना करेंगे, आंखों को बंद करेंगे. हालेलुया. स्वर्गीय राज में विराजमान परमेश्वर पिता, आपके महापवित्र नाम को हम स्तुति करते हैं प्रभु. आज रात्रि काल का सुंदर समय के लिए हम धन्यवाद करते हैं कि एक और बार प्रभु जी आपके चरणों में आकर आपकी स्तुति और आराधना करने को सुंदर अवसर दिया है. वो प्यारा परमेश्वर, आईपीसी वेस्ट डिस्ट्रिक्ट का ये महासभा का तीसरा दिन को आपके चरणों में समर्पण करने को जा रहे हैं. पिता परमेश्वर, जैसा पिछले 2 दिन आपने हमें बहुत आशीष दिया, अनुग्रह दिया, आपका वचनों से हमें प्रभु जी बहुत सी बातें किया, उसके लिए हम धन्यवाद करते हैं. प्यारा प्रभु जी, जैसा पिछले दिनों में आपने हमारे जीवन में महान कामों को प्रकट किया, ऐसा आज भी प्रभु जी हमारा जीवन में प्रभु जी काम करे, आज भी हमसे बात करे. पिता परमेश्वर, वो पिता परमेश्वर, हमारा आत्मिक जीवन को आगे बढ़ाने के लिए प्रभु जी, आपका स्वर्गीय राज में प्रवेश होने के लिए प्रभु जी आज का दिन हमारे लिए अनुग्रहकारी बने, ऐसी हम प्रार्थना करते हैं. आज पूरा समय तक पवित्र आत्मा हमारे बीच में मंडलाता रहे प्रभु जी. वो पिता परमेश्वर हमारा मसीह जीवन को आगे बढ़ाने के लिए मदद करे. वो पिता परमेश्वर, हमारा जीवन में आपका महान काम प्रकट हो जाए प्रभु जी. ये सभा में उपस्थित सारे भाई और बहनों को आपके चरणों में समर्पण करता हूँ. पिता परमेश्वर, यीशु मसीह ने कहा है, जहाँ 2 या 3 व्यक्ति मेरे नाम पे उपस्थित होते हैं, वहां उनके बीच में मैं उपस्थित हूँ. आज हम विविध जगहों पे बैठे हैं, लेकिन हम सब जगह पे 2 से भी ज्यादा लोग हैं. हमारा प्रभु यीशु हमारे बीच में उपस्थित है. प्यारा परमेश्वर, आपकी उपस्थिति को महसूस करके आपका वचन हमारे तक पहुंचा कर प्रभु जी हमारा आत्मिक जीवन आगे बढ़ाने के लिए हमें उपयोग करे प्रभु जी. पिता परमेश्वर, ये सभा में प्रभु जी वचन सुनने वाले सारे आत्मा को आप स्पर्श करे प्रभु जी, और आपकी महिमा
महिमा प्रकट करने का मौका दीजिए। पिता परमेश्वर, आपका सुंदर वचन हमारे बीच में प्रभु जी मनादी करने वाला आपका श्रेष्ठ दास बाबू चेरियन पास्टर को आपके चरणों में समर्पण करते हैं। पूरा समय तक आप उनको उपयोग करें, पवित्र आत्मा की शक्ति के अनुसार जैसा आप चाहते हैं ऐसा वचन हमारे तक पहुंचाकर प्रभु जी हमें प्रभु जी आपकी महिमा में आगे बढ़ने में सहाय करें। प्रभु जी ये वचन को प्रभु जी हिंदी में भाषांतर करने वाला प्रभु का दास वीसी जस्टिन के लिए भी हम प्रार्थना करते हैं। प्रभु जी उनको भी आशीष दीजिए। प्रभु जी उनको भी अच्छी तरह से वो भाषांतर करने के लिए मदद करें। प्रभु जी आईपीसी वेस्ट डिस्ट्रिक्ट की सारी कलीसियाओं को और सारे विश्वासियों को भी और सारी आत्मिक प्रवृत्तियों को भी आपके चरण में समर्पण करते हैं। प्रभु जी रोज रोज प्रभु में आगे बढ़ जाए और परमेश्वर की महिमा में प्रभु जी और आगे बढ़कर प्रभु जी आपकी महिमा को प्रकट करने का मौका दीजिए। प्रभु जी जब तक हम आपके चरणों में बैठे आपका पवित्र आत्मा मंडलाता रहे। प्रभु जी तेरा परमेश्वर आज आत्मिक बेदारी के साथ आगे बढ़ने में सहाय करे। आपने हमारी प्रार्थना सुना, उसका उत्तर दिया। यह विश्वास के साथ प्रार्थना विनंती आपका इकलौता बेटा प्रभु यीशु मसीह के नाम से मांगता हूँ, सुनो और ग्रहण करें। ആമേൻ. നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ഈ സൂൺ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ ഭാഗ്യപദവിക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കൺവെൻഷന്റെ കടശി രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തിരുസല്ലിലേക്ക് അടുത്തു വരുന്ന കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ എന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങളെല്ലാം അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രോഗാതുരമായ ഈ കർത്താവെ പരിസ്ഥിതിയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന അവിടുത്തെ ചിറകടിക്കൽ ഞങ്ങളെ മറയ്ക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്ന കർത്താവിന്റെ അഭിഷക്തൻ ബാബു ചെറിയൻ അവരുകളെ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിർത്തി കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളോട് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന മേഖലയിൽ ക്രമീകരിക്കപ്പെടുവാൻ കർത്താവെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പത്രോസും യോഹന്നാനും ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടതുപോലെ പത്രോസ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ, വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജനം നിറയപ്പെട്ടതുപോലെ ഒരു ആത്മവ്യാപാരം ഇന്നു രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. 120 പേർ കൂടിയിരുന്ന മാളിക മുറിക്കകത്തേക്ക് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആമേൻ പുലർന്ന അഗ്നിനാവുകൾ പ്രത്യക്ഷമായതുപോലെ കർത്താവെ അവരെല്ലാം അന്യ ഭാഷ പറഞ്ഞതുപോലെ ആ പെന്തിക്കോസിന്റെ അനുഭവത്തെ കർത്താവെ ഇന്നു രാത്രി ഞങ്ങൾ മടക്കി ചോദിക്കുകയാണ്. കർത്താവെ ഞങ്ങളുടെ പ്രോഗ്രാമുകളായി എതപ്പതിക്കാതെ ഇന്നു രാത്രി പുതുശക്തിയായി ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവിന്റെ അഭിഷക്തൻ വാ തുറക്കുമ്പോൾ മുതൽ ഡാമിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പ്രവഹിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാഴ്ചക്കാരായി നിർവിചാരികളായി ഇരിക്കുവാൻ ആരെയും ദൈവം അനുവദിക്കരുത്. വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവെ. വലിയ ആമേൻ സ്തോത്രം ദൈവപ്രവൃത്തികളുടെ ഭവനങ്ങളിൽ പ്രതീക്ഷിക്കുന്ന കർത്താവെ. മഹാരാഷ്ട്രയിൽ വലിയ ഉണർവിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ സഭാഹോളുകൾ നിറയുന്ന സ്നാനം ആമേൻ കൂട്ട സ്നാനങ്ങൾ നടക്കുന്ന കർത്താവെ വലിയ ഉണർവിനെ ഞങ്ങൾ ആമേൻ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന കർത്താവെ. കർത്താവിന്റെ അഭിഷക്തനെ അതിനെ ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രയോജനങ്ങളൊന്നും മറച്ചു വെക്കാതെ ദൈവശക്തിയോടെ കർത്താവെ ക്രൂശിന്റെ മറവിലിട്ട് ഉപയോഗിച്ചാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാകിയാൽ തെറ്റിപ്പോകുന്നവിടുത്തെ വചനത്തിൽ വായിക്കുന്നു. കർത്താവെ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ ദൈവശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജസ്റ്റിൻ ബ്രദറിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ, കൃപ കൂടിയിരിക്കണം. ആദ്യോടൊന്നും തിരുമുഖ ഭരിച്ചു നടത്തണം. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ കർത്താവ് കെ മാത്യു പാസ്റ്റർക്കായി, ഡിസ്ട്രിക്റ്റിന്റെ സാരഥ്യം വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, വലിയ ദൈവമക്കൾക്കായി എല്ലാവർക്കായി സ്തോത്രം. അവിടെ ഉടങ്ങായി ദൈവം ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. അവിടുത്തെ എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ 26ാമത് ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ കടശി രാത്രിയിൽ കർത്താവ് നമ്മെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് ദൈവവചനം കേൾക്കാൻ പോവുകയാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാനെ. പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ലോകപ്രശസ്തനായ സുവിശേഷകനാണ്.
വളരെ ശക്തമായി ഈ കാലങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്നു. നമ്മുടെ ഇടയിൽ പല പ്രാവശ്യം വന്ന് ശുശ്രൂഷിപ്പാൻ ഇടയായിട്ടുണ്ട്. ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ബോംബെയിലേക്ക് പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഫിലദൽഫിയയിൽ നടന്ന ഒരു മീറ്റിംഗിലാണ്, അന്ന് ആ പ്രസംഗത്തിന്റെ സമയത്താണ് എന്നെ പ്രാർത്ഥിച്ച് അയക്കുന്നത്. അന്ന് മുതലുള്ള ആ ദേവദാസനെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, ആ കുടുംബമായിട്ട് ഉള്ള ബന്ധമാണ്. ഇന്നയോളം കർത്താവ് അനുഗ്രഹമായി അത് സൂക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും എല്ലാം കർത്താവ് ഇടയാക്കുന്നു. ഇന്ന് രാത്രിയിൽ മുഖവരെ ഒന്നും പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ നിർവഹിക്കുന്നത് കർത്താവിന്റെ ദാസൻ ബ്രദർ VC ജസ്റ്റിനാണ്. രണ്ടുപേരെയും ഇന്ന് രാത്രിയിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏകദേശം 184 വിൻഡോയോളം ഉണ്ട്. ഇനിയും ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ സംബന്ധിക്കാം. ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की स्तुति हो. മഹാരാഷ്ട്രയിലുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് ഇപ്രകാരം ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. महाराष्ट्र राज्य के संत लोगों के साथ इस प्रकार एक महासम्मेलन में शामिल होने के लिए प्रभु ने सौभाग्य दिया, इसलिए मैं अति आनंदित हूँ. അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത എനിക്ക് ഏറ്റവും പ്രിയരായ ദൈവദാസന്മാരെയും സുഹൃത്തുക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. इस कार्य को आयोजित किया हुआ परमेश्वर के सेवक लोग और मेरे आत्मिक मित्रों को मैं अभिवादन करता हूँ, अभिनंदन करता हूँ. വളരെ എനർജറ്റിക് ആയിട്ടുള്ള പ്രാർത്ഥനാ ജീവിതമുള്ള, ഉണർവ് കൊതിക്കുന്ന, ദൈവശക്തി കൊതിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകരവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കും ആവേശകരമാണ്. और ये विषय मेरे लिए आनंदित और खुशी का बात है कि महाराष्ट्र राज्य में खास तौर पर मुंबई में परमेश्वर में उत्साहित, उत्तेजित और प्रार्थना करने वाला अभिषिक्त लोगों की सेवकाई होते आ रहा है. സമയമൊട്ടും നഷ്ടമാക്കാതെ വചനത്തിലേക്ക് പ്രവേശിക്കാം. समय को बिल्कुल नष्ट न करते हुए हम वचन की अमानती की ओर आए. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. प्रेरितों का काम 1 अध्याय 8वीं पद. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे और यरूशलेम और सारे यहूदिया और सामरिया में और पृथ्वी की छोर तक मेरे गवाह होंगे. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പരിശുദ്ധാത്മാവിനെ പറ്റി ഞങ്ങൾക്ക് ഒത്തിരി അറിയാമെങ്കിലും ഒന്നുകൂടെ അറിയുവാൻ, ഒന്നുകൂടെ അനുഭവിക്കുവാൻ, ഒന്നുകൂടെ നിറയുവാൻ ഞങ്ങൾ കൊതിയോടെ അടുത്തു വരുന്നു. ഞങ്ങളെ അതിനായിട്ട് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. स्वर्गीय पिता, पवित्र आत्मा के बारे में हम जानता तो हो तो भी और अधिक तरीके से जानने के लिए और भी अधिक रुचि से उनकी इच्छाओं को मानने के लिए हमारी सहायता करने के लिए हम आपके पास आते हैं. हमें आशीषित कर. ഒന്നാമത് ആ വാക്യത്തിന്റെ സാഹചര്യം, പശ്ചാത്തലം ഒന്ന് പറയട്ടെ. इस आयत की भूमिका और उसकी थोड़ा सा अवसर किस संदर्भ में हुआ उसके बारे में जरा सा मैं बता दूं. 3.5 വർഷക്കാലം യേശു കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് ഇവരോട് പറഞ്ഞു. 3.5 साल प्रभु यीशु मसीह इन चेले लोगों से परमेश्वर के राज्य के बारे में बता दिया. എന്നാൽ മരിച്ച് കഴിഞ്ഞും ആ
ക്ലാസ് 40 ദിവസം കൂടെ എടുത്തു. मृत्यु के पश्चात भी और 40 दिन यही अध्ययन चलता रहा. ഞങ്ങൾക്കൊരു ഓൺലൈൻ ബൈബിൾ സ്കൂൾ ഉണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ. हम एक ऑनलाइन स्कूल को बाइबल स्कूल को चलाते हैं और रविवार, सोमवार और मंगलवार को ये चलते हैं. അതിൽ ഇന്നാണ് എന്റെ ദിവസം. और उसमें मैं रविवार का दिन वहां पर सिखाता हूँ. 7 മുതൽ 8 വരെയാണ് എന്റെ സമയം. 7 से लेकर 8 तक मैं वहां पर सिखाता हूँ. എന്നാൽ ഡെന്നി പാസ് എനിക്ക് ഇന്ന് പിന്നെ മെസ്സേജ് ഇട്ടു, 7:45 കയറണേ പ്ലീസ് എന്നും പറഞ്ഞു. और डेनी पास्टर जी इस प्रकार मुझे संपर्क करके हुए संदेश भेजा कि कम से कम आप 7:45 बजे आज की मीटिंग में शामिल होइए. ഞാൻ 15 മിനിറ്റ് മുമ്പ് അവിടുന്ന് ചാടി പെട്ടെന്ന് ബോംബെക്ക് കയറി പോന്നു. കോവിഡ് ഉള്ളത് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് നടക്കുക. और 15 मिनट पहले वहां पर मैं समाप्त किया और शीघ्र ही मुंबई के इस मीटिंग में शामिल हो गया. और कोरोना काल की दौरान ये सब कुछ हमारे लिए संभव है. കഴിഞ്ഞ കൊല്ലം നവംബറിലാണ് ഞാൻ ഇങ്ങനെ ബോംബെ വരുന്നതെങ്കിൽ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങണ്ടേ. और पिछले साल अगर नवंबर में मैं यहाँ आते तो मुझे कम से कम एक दिन पहले मेरे घर से निकलना होता. അങ്ങനെ ഒരു ദിവസം തന്നെ പല രാജ്യങ്ങളിൽ പോകാനും വരാനും ഈ കോവിഡ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ये कोविड जो है हमें इसी प्रकार एक ही दिन में कई राज्यों में जाने के लिए मदद करते आ रहा है. എല്ലാറ്റിനായിട്ടും സ്തോത്രം. सबके लिए मैं प्रभु का धन्यवाद देता हूँ. അപ്പൊ യേശു കർത്താവ് താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയം തീരാത്തതിനാൽ മരിച്ചു കഴിഞ്ഞ് പിന്നെയും വന്ന് ഒരു പീരീഡും കൂടി എടുത്തു. और प्रभु यीशु मसीह जो सिखाते आ रहे थे वो विषय समाप्त ना होने के कारण मृत्यु के पश्चात भी उसको जारी रखा और फिर और समय उसने सिखाया. 40 ദിവസം കൂടെ ക്ലാസ് എടുത്തു. 40 दिन और उसने ये अध्ययन चलाते रहा. എന്താ ക്ലാസ് എടുത്തതെന്ന് അപ്പോസ്തല പ്രവൃത്തി 1:1 മുതൽ 3 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. उस अध्ययन के विषय क्या है ये प्रेरितों के काम पहले अध्याय से लेकर पहला वचन से लेकर वहां पर 3 विषयों को बताया है. ദൈവരാജ്യത്തെ കുറിച്ച് ക്ലാസ് എടുത്തു. परमेश्वर के राज्य के बारे में सिखाते रहा. അങ്ങനെ ക്ലാസ് എടുത്തു കൊണ്ടുവന്ന 4-ാം വാക്യത്തിലോട്ട് കയറി. और इसी प्रकार सिखाते गया और 4थे पद में जब आए നിങ്ങൾ യെരുശലേമിൽ നിന്ന് തിരിച്ചു പോകരുത്. और उन्हें इस प्रकार आज्ञा दी यरूशलेम को ना छोड़ो. ഞാൻ നിങ്ങളോട് പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. और जिस प्रतिज्ञा मैंने आपको बताया है उस प्रतिज्ञा पाने के लिए तुम बाट जोते रहो. 4-ാം വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. 4थे पद में इसको हम देखते हैं. 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 5वीं पद में യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചല്ലോ, അത് ഒരു ഉണർവിന്റെ ആരംഭമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോണത് ജലസ്നാനമല്ല, പരിശുദ്ധാത്മ സ്നാനമാണ്. यो बपतिस्मा देने वाला यूहन्ना एक बपतिस्मा की शुरुआत किया, वो तो एक बेदारी की शुरुआत थी. लेकिन अब मैं तुम्हें ऐसी बपतिस्मा दे रहा हूं, ये पानी की बपतिस्मा नहीं है, पवित्र आत्मा की बपतिस्मा होगी. ജലസ്നാനം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ആത്മസ്നാനവും. पानी में जिस प्रकार बपतिस्मा होते हैं उसी प्रकार पवित्र आत्मा का भी बपतिस्मा होते हैं. ജലസ്നാനം നടത്താൻ സ്നാനപ്പെട്ട ഏതൊരാൾക്കും കഴിയും. बपतिस्मा देने के लिए ऐसा एक व्यक्ति की जरूरत है जिसने बपतिस्मा पहले ले लिया हो. നിയോഗമുണ്ടെങ്കിൽ ഒരു സുവിശേഷകന് സ്നാനം നടത്താം. अगर नियुक्ति पाया है तो एक सुसमाचारक एक व्यक्ति को बपतिस्मा दे सकता है. സുവിശേഷം അറിയിക്കുന്നവരെ അതും കൂടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. क्योंकि जिन्हें सुसमाचार बताने के लिए जिम्मेदारी दिया है उसके साथ में बपतिस्मा का भी जिम्मेदारी दिया है. എന്നാൽ ആത്മസ്നാനം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. लेकिन पवित्र आत्मा का बपतिस्मा किसी और पर जिम्मेदारी के तौर पर नहीं सौंपा है. ഇന്ന് രാത്രിയിലും ആത്മസ്നാനം നൽകുന്നത് യേശുക്രിസ്തുവാണ്. आज रात भी पवित्र आत्मा की बपतिस्मा जो देता है हमारी मसीह है. പക്ഷെ അത് പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? उसको प्राप्त करने के लिए हमें क्या करना होगा?
പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. पिता परमेश्वर की प्रतिज्ञा के लिए बाट जोते रहना है. ഇങ്ങനെ വളരെ ഗൗരവമായ ഒരു വിഷയം കർത്താവ് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. इस प्रकार एक बहुमूल्य विषय को प्रभु यीशु मसीह बार बार दोहराते कहता है. പശ്ചാത്തലം പറയുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. ये भूमिका की विषय बताने के समय में जरा सा आप लोग को ध्यान देना है. മരണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് എന്താ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? मृत्यु की और थोड़ी क्षण पहले प्रभु ने क्या बताया है, ये आप याद करते हैं? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങൾ നോക്കിയാൽ മരണത്തിന് മുമ്പുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് തരുന്നത് യോഹന്നാനാണ്. और मत्ती, मार्क, लूक और यूहन्ना जिस सुसमाचार में अंत में प्रभु यीशु मसीह के मृत्यु के पहले ही बताया हुआ जो विषय है वो स्पष्ट तरीके से यूहन्ना ने रेखांकित किया है. 14-ാം അധ്യായം തൊട്ട് ഹോളി സ്പിരിറ്റ് ആണ് വിഷയം. और 14वां अध्याय से लेकर वहां की विषय जो है पवित्र आत्मा है. 16-ാം അധ്യായത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. और जो 16वां अध्याय में बहुत ही विशाल तौर पर उस विषय को वर्णित किया है. അത് കഴിഞ്ഞ് കുരിശിലേക്ക് പോയി. उसके पश्चात क्रूस की हो गया, മരിച്ചു, उनकी मृत्यु हुई, ഉയർത്തെഴുന്നേറ്റു, पुनरुत्थित होकर ശിഷ്യന്മാരുടെ അടുക്ക വന്നു, चेले लोगों के पास आया പറഞ്ഞതിന്റെ ബാക്കി പറയുകയാണ് വീണ്ടും ഹോളി സ്പിരിറ്റ്. और जो भी उन्होंने बताते गया उसके पश्चात की विषय भी यही पवित्र आत्मा का विषय है, उसको जारी रखता है. നിങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. आप लोगों से मेरा निवेदन है, बहुत ही ध्यान से इन बातों पर ध्यान लगाएं. കഴിഞ്ഞ 4 വർഷമായി പോകാൻ സാധിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു വിഷയമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. पिछले 4 सालों से जहां कहीं मैं जा सकता हूं उन देशों में यही विषय को मैं सिखाते आ रहा हूं. ക്രിസ്തു മരണത്തിന് തൊട്ട് മുമ്പും മരണത്തിന് ശേഷവും പുനരുത്ഥാനത്തിന് തൊട്ട് മുമ്പും കൈകാര്യം ചെയ്ത ഒറ്റ വിഷയമേ ഉള്ളൂ, അത് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ആണ്. प्रभु यीशु मसीह मृत्यु की थोड़ी देर पहले, मृत्यु के पश्चात और प्रभु यीशु मसीह स्वर्ग में उठा लिए जाने से पहले भी सिखाया हुआ एक ही विषय है, ये पवित्र आत्मा की बपतिस्मा है. യോഹന്നാൻ 14-ന്റെ 14, 15, 16 വാക്യങ്ങളിലും यूहन्ना रचित सुसमाचार 14वां अध्याय और 15-16 आयतों में, അതേ അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലും और उसी 14 का 26 में भी, 15-ന്റെ 26-ലും और 15 का 26 में भी, 16-ന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യത്തിലും और 16 का 6 से लेकर 12 तक आयतों में भी ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. पवित्र आत्मा के बारे में बार बार दोहराता है. അങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പ്രത്യേകം വരുന്നുണ്ട്. ആ വാക്ക് കാര്യസ്ഥൻ എന്ന വാക്കാണ്. और इसी प्रकार पवित्र आत्मा के बारे में बार बार दोहराने के समय में एक शब्द को वहां पर जोर देकर बताता है, वो शब्द जो है सहायक होता है. അതിനെക്കുറിച്ച് ഞാൻ ഒരു പഠനം നടത്തിയപ്പോൾ കാര്യസ്ഥൻ എന്ന വാക്കിന് 7 വാക്കുകളാണ് വ്യാഖ്യാനം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. और जब ये सहायक, ये जो शब्द है, उसके बारे में मैंने अध्ययन किया, पढ़ाई किया, उस समय में उससे जुड़ा हुआ 7 बातों को मुझे पता चला. ഒന്ന് കംഫർട്ടർ, एक जो है शांतिदाता, നമ്പർ 2 കൗൺസിലർ, और दूसरा है परामर्शदाता, നമ്പർ 3 ഹെൽപ്പർ, और तीसरा है सहायक, നമ്പർ 4 അഡ്വക്കേറ്റ്, और 4 जो है एडवोकेट, वकील, നമ്പർ 5 ഇന്റർസെസർ, और 5वीं है मध्यस्थी,
Number 6, strengthener. और 6वीं है बलवंत करने वाला। 7 is a standby. और 7वीं जो है और सहायक के तौर पर यानी मददगार। എത്ര ബൃഹത്തായ ആശയമാണ് ഈ 7 വാക്കിനകത്തുള്ളത്. अब देखिए ये 7 पदों में बहुत ही विशाल अर्थ को और परमेश्वर हमें स्पष्ट तरीके से बताता है। ഇത്രയും ആശയ സമ്പുഷ്ടമായ ഒരു വാക്കാണ് കാര്യസ്ഥൻ എന്ന വാക്ക്. अब देखिए प्रियो, इन सारे 7 शब्दों से निकलने वाली बड़ी विषय को और एक ही शब्द में मिलाया है, वो शब्द है सहायक। കംഫർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ട് അല്ലാത്ത അനേക സാഹചര്യങ്ങൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഡിസ്കംഫർട്ട് ആയതുപോലും കംഫർട്ടാക്കി മാറ്റുന്നവനാണ് ഹോളി സ്പിരിറ്റ്. देखिए प्रियो, हमारी मसीह जीवन में हमारे लिए कई सारी असुविधाजनक बातें होते हैं, लेकिन उन प्रकार की असुविधाजनक बातों को भी प्रभु यीशु मसीह की सुविधाएं में बदल जाता है। इसलिए हम उसे एक सुविधा देने वाला व्यक्ति नहीं तो एक शांति दाता के तौर पर हम समझ सकते हैं। അസൗകര്യങ്ങളെ സൗകര്യമാക്കി മാറ്റുന്നവൻ, असुविधाओं को सुविधा के तौर पर बदल डालने वाला, അസമാധാനത്തെ സമാധാനമാക്കി മാറ്റുന്നവൻ, अशांति का विषय को शांति में बदल डालने वाला, ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്നവൻ, अंधकार को उजियाला बनाने वाला, ബന്ധനത്തെ സ്വാതന്ത്ര്യമാക്കി മാറ്റുന്നവൻ, और जो बंधन को तोड़कर आजाद दिलाने वाला, ഭീരുവിനെ ധീരനാക്കി മാറ്റുന്നത്, और कायर को और जो हिम्मत बनाने वाला बनाता है। ഞങ്ങളൊക്കെ ഈ ഗസ്റ്റ് ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി താമസിക്കുമ്പോൾ ആ വീട്ടുകാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കംഫർട്ടാണോ കംഫർട്ടാണോ? जब हम ये मेहमान के तौर पर कई देश में जाते हैं, जगह में जाते हैं, उस समय में गृहस्थ आकर इस प्रकार हमसे पूछते हैं कि क्या आपकी यहाँ की रहना और सुविधाजनक है कि नहीं। പൗലോസിനെ ജയിലിൽ കൊണ്ടിട്ടിട്ട് കാലയിൽ ഒരു കെട്ട് കയ്യിൽ ഒരു കെട്ട് കെട്ടിച്ച് പോകാൻ നേരത്ത് ചോദിച്ചു കാണാം, കംഫർട്ടാണോ? और पौलुस को भी शायद यही सवाल पूछा होगा जब उसे बंदी गृह में हाथ पांव बांध कर रखने के पश्चात जब उन्हें आजाद कर रहा था, उस समय में भी यही सवाल पूछे होंगे। ഇന്നത്തെ കാലത്താണ് പുള്ളി ഒരു റീജിയൻ പ്രസിഡന്റ് അല്ലേ? और देखिए अगर इस जमाने के और तुलना करें तो वो एक रीजन का जो अध्यक्ष होते हैं, അല്ല അതിലും ടോപ്പാ. हो सकता है उससे भी बड़ा व्यक्ति क्यों ना हो, ഇന്റർനാഷണൽ പ്രസിഡന്റോ അല്ലെ അതിന്റെ ആ അടുത്ത ലെവലിൽ വരും. हो सकता है वो जो राष्ट्रीय जो अध्यक्ष हो सकता है। അപ്പൊ പുള്ളിക്ക് കിടക്കാൻ കൊടുക്കുന്ന സ്ഥലം ഇച്ചിരി കംഫർട്ട് ആയിരിക്കണ്ടേ? तो उसे जो रहने के लिए जो जगह देता है वो थोड़ा सुविधाजनक होना ही चाहिए। അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏറ്റവും ഒടുവിൽ പുള്ളി കിടന്നിടത്ത് പുള്ളി ശിഷ്യന്റെ പേർക്ക് എഴുതുക ഒരു പുതപ്പ് കൊണ്ടുവരണം. और अंत में जहां पर वो लेटा था, जहां पर रहता था, वहां से अपने चेलों को पत्र लिखकर बताता है मुझे ठंडी में ओढ़ने के लिए एक कम से कम एक कंबल भेज दे। അപ്പൊ ഇവരൊക്കെ എന്തോരം കംഫർട്ടിലാ കിടന്നെന്ന് പിടികിട്ടിയില്ലേ? हाँ, तो आप लोगों को समझ में आया होगा ये इन सारे लोग कितनी और सुविधाजनक परिस्थितियों को सामना कर रहे हैं। ഏത് ഡിസ്കംഫർട്ടിനെയും കംഫർട്ടാക്കുന്ന കംഫർട്ടർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. क्योंकि कोई भी असुविधाजनक जो परिस्थिति को भी सुविधाजनक बनाने वाला और ये शांति था प्रभु यीशु मसीह उनके संग था। ജയിലിലോട്ട് കയറ്റിയപ്പോ കേരള ഡാഷ് എന്ന് പറഞ്ഞു കയറ്റി. और जब उसे बंदीगृह में डालने के समय में गाली बकते हुए उन्हें बंदीगृह में डाला, എന്നാൽ ഇറങ്ങാൻ നേരത്തെ യജമാനനെ എന്ന് പറഞ്ഞിറക്കി. और लेकिन जब उसे आजाद करने के समय में हे स्वामी इस प्रकार बोलते हुए उन्हें छुड़ाता है। കംഫർട്ടർ കൂടെ ഉള്ളതുകൊണ്ടാ. और देखिए ये शांति दाता उनके साथ रहने के कारण ये हुआ है। ഹല്ലേലൂയ. हालेलुया। ഒരു കംഫർട്ടും ഈ ലോകത്ത് നിനക്ക് കിട്ടുകയില്ല പരിശുദ്ധാത്മാവില്ലെങ്കിൽ. अगर पवित्र आत्मा नहीं होते तो इस संसार में कोई भी सुविधा तुम नहीं पाते। കഴിഞ്ഞ കൊല്ലങ്ങൾ കൊണ്ട് നമ്മൾ നല്ല കംഫർട്ട് ഹോളൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഈ കൊല്ലം തുറന്നില്ലല്ലോ.
और पिछले साल में हम बहुत ही सुविधाजनक और जो आलय को तो बनाया, लेकिन इस साल पूरा साल बंदी रहा। അപ്പൊ ലോകത്തിന്റെ കംഫർട്ട് ഇത്രേ ഉള്ളൂ. अब देखिए ये संसार जो देने वाली सुविधाएं इतना ही होते हैं। രണ്ടാമത്തെ വാക്ക് കൗൺസിലർ ആണ്. और दूसरा जो है परामर्शदाता है। കൗൺസിലർ എന്താ ചെയ്യുന്നേ? और ये सलाहकार क्या करते हैं? കൗൺസിലിംഗിലെ ഏറ്റവും പ്രധാന ജോലി നന്നായി കേൾക്കുക എന്നുള്ളതാണ്. और ये जो परामर्श करने के समय में सबसे महत्वपूर्ण काम ये होते हैं, और जो परामर्श लेने वाले व्यक्ति के सारे बातों को सुनते रहना। 1-2 മണിക്കൂർ കേട്ടിട്ട് 1-2 മിനിറ്റ് കൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നവരാണ് കൗൺസിലർ. और देखिए 2-3 घंटे उस व्यक्ति से सुनने के पश्चात 1-2 मिनट में उसकी सलाह और समाधान बताने वाला व्यक्ति है परामर्शदाता। അങ്ങനത്തെ ഒരു വണ്ടർഫുൾ കൗൺസിലർ ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. इस प्रकार की एक अद्भुत परामर्श देने वाला व्यक्ति हमारे बीच में है। മൂന്നാമത്തേത് ഹെൽപ്പർ എന്ന വാക്കാണ്. और तीसरा जो है सहायक। ഈ കൗൺസിലർ ഒരിക്കലും ഹെൽപ്പർ ആകുകയില്ല. ये जो है परामर्शदाता कभी भी सहायक नहीं बनते हैं। മാനസികമായി ക്ഷീണമുള്ള ഒരാളെ ഒറ്റയ്ക്ക് ആശുപത്രി വിടത്തില്ല. और मानसिक तौर पर निर्बल व्यक्ति को कोई भी अस्पताल अकेला नहीं भेजता है। സ്വന്തക്കാരനായ കരുത്തനായ ഒരാള് പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. और कोई उनकी रिश्तेदार में से कोई एक बलिष्ठ व्यक्ति उन्हें उठा के लेके जाते हैं। കൗൺസിലറുടെ മുറി കയറി 2 മണിക്കൂർ സംസാരിച്ചു, കൗൺസിൽ ചെയ്തിട്ട് തിരിച്ചു വരുമ്പം കൗൺസിലർ കൂടെ വരികയില്ല. और जब देखिए परामर्शदाता के पास जाते हैं, 2-3 घंटे उस कमरे में बैठे हुए बातें करते हैं, तत्पश्चात वहां से निकलने के समय में और जो काउंसलर जो परामर्शदाता उसके साथ नहीं जाते हैं। ആ കൂടെ വരുന്നയാളാണ് ഹെൽപ്പർ. अब देखिए साथ जो आता है वो मददगार होते हैं, सहायक होते हैं। ചരിത്രത്തിൽ ഒരു കൗൺസിലർ മാത്രമേ കൂടെ വരികയുള്ളൂ. अब देखिए इतिहास में केवल एक ही परामर्शदाता है जो साथ में आते हैं। ഞാൻ ഒരാളെ കൊണ്ട് കൗൺസിലറുടെ അടുക്ക പോയി. और मैं एक व्यक्ति को लेकर एक परामर्शदाता के पास गया। അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ രോഗിക്ക് ഭയങ്കര ധൈര്യമാണ്. और जब वो बातें करते हैं उस समय में ये मरीज जो है बहुत ही बलवंत हो जाता है। അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ രോഗി പറയുക, പുള്ളിയെ കൂടെ ഇനി കൊണ്ടുവരുമായിരുന്നു, നല്ലതായിരുന്നു. और देखो वापस आने के समय में मरीज इस प्रकार बताता है कि वो काउंसलर भी हमारे साथ आता तो कितने भले होते। പുള്ളിക്ക് അങ്ങനെ വരാൻ പറ്റുമോ? പുള്ളി ഒരു ദിവസം 50 പേരെ കൗൺസിൽ ചെയ്യുന്ന ആളാ. और क्या वो ऐसे आ सकते हैं हमारे साथ? कम से कम 50 लोगों को वो परामर्श देते रहते हैं। എന്നാൽ നിനക്കൊരു കൗൺസിലറെ സ്വന്തമായി ലഭിക്കുന്നു. लेकिन प्रियो आप एक परामर्शदाता अपनी निजी तौर पर आपने पाया है। അവൻ നിന്റെ ഹെൽപ്പറായി മാറുന്നു. वो तुम्हारी मददगार बन जाता है। നിനക്കൊരു ഉപദേശം മാത്രം പോരാ, ഒരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ ഈ കൗൺസിലർ ഹെൽപ്പറായി മാറുന്നു. और देखिए तुम्हें केवल उपदेश से और जो कोई प्रयोजन नहीं मिलते हैं, और उपदेश के साथ मदद करने के लिए एक मददगार भी वो बन जाता है। മറ്റൊരവസരത്തിൽ അവൻ നിന്റെ വക്കീലായി മാറുന്നു. एक दूसरे संदर्भ में तुम्हारा वकील बन जाते हैं। മറ്റൊരവസരത്തിൽ അവൻ നിന്റെ മധ്യസ്ഥനായി മാറുന്നു. और कई समय में तुम्हारी बिचवाई बन जाता है, मध्यस्थ बन जाता है। മറ്റൊരവസരത്തിൽ അവൻ നിന്നെ ശക്തീകരിക്കുന്നവനായി മാറുന്നു. और अलग समय में दूसरे संदर्भ में तुम्हें बलवंत करने वाला व्यक्ति बन जाता है। ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. इसलिए प्रभु यीशु मसीह ने बताया, जिस विषय की प्रतिज्ञा मैंने दिया है उस प्रतिज्ञा पाने के लिए पिता परमेश्वर की बात जोते रहिए। ഈ കംഫർട്ടറെ, കൗൺസിലറെ, ഹെൽപ്പറെ, സ്റ്റാൻഡ് ബൈ അഡ്വക്കേറ്റിനെ നിനക്ക് കിട്ടണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചാ പോരാ, കാത്തിരിക്കണം. देखिए प्रियो, ये कंफर्टर, काउंसलर, हेल्पर, एडवोकेट और जो इंटरसेसर, इनको अगर आपको पाना है तो केवल उद्धार पाते हुए बपतिस्मा लेने से नहीं संभव है, बाइबल स्कूल में भी जाने से ये भी मुमकिन नहीं है। आपको उन्हें बाट जोते रहना है। കർത്താവാണ് ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പാളെങ്കിൽ അഭിഷേകം പ്രാപിക്കാതെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്.
देखिए, अगर हमारी प्रभु कोई भी बाइबल स्कूल का प्रिंसिपल हुआ करते तो जब तक अभिषेक नहीं पाते तब तक उसको प्रमाण पत्र नहीं देते। ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾക്ക് പോലും അഭിഷേകം ഇല്ല. അപ്പൊ പിന്നെ ആ വിഷയം പറഞ്ഞിട്ട് കാര്യമില്ല. अब देखिए, आज की दुस्थिति इतनी हो गई है तो अब जो है सर्टिफिकेट देने वाला व्यक्ति भी अभिषेक पाया हुआ व्यक्ति नहीं है। എല്ലാത്തെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്നാലും സാരേ- ഭൂരിഭാഗം. सारे लोगों का बात मैं नहीं बताया हूं। പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ पवित्र आत्मा जब तुम्हारे ऊपर उतरेगा, എന്താണ് ഇത് പറയേണ്ട സാഹചര്യം? और इसकी संदर्भ क्या है? മരണത്തിന് തൊട്ടു മുമ്പ് ഈ വിഷയം പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ വിഷയം പറഞ്ഞു. പക്ഷെ ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. देखो, मृत्यु के पहले भी ये विषय बता रहा है, मृत्यु के पश्चात जी उठने के बाद भी यही विषय को बता रहा है, लेकिन चेहरे लोग समझ नहीं पा रहे हैं। മനസ്സിലായില്ല എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? चेहरे लोग इस विषय को नहीं समझा, इस विषय को हम कैसे समझेंगे? 6-7 വാക്യം നോക്കിയാൽ മതി. और 6वीं 7वीं और 8वीं आयत को देखने के समय हमें समझ में आता है। അനേക മണിക്കൂറുകളായിട്ട് ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കണം 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 എന്ന് യേശു പറഞ്ഞപ്പോ ഇവര് ചോദിക്കുക, പിതാവേ കർത്താവേ, നീ ഈ സമയത്താണോ ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? अब देखिए, ये प्रभु यीशु मसीह चेहरे लोगों को पवित्र आत्मा पाने के विषय में बताने के समय में ये लोग इस प्रकार उनसे सवाल पूछते हैं, प्रभु क्या तू इसी समय में इसराइल को राज्य को फेर देगा? അപ്പൊ ഇവരുടെ മനസ്സിൽ പൊളിറ്റിക്സാ. अब देखिए, इनके मन में राजनीति चल रहा है। രാജാവ്, രാജ്യം, മന്ത്രി, സെക്രട്ടറി ഇതൊക്കെ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നാണ് നോക്കുന്നത്. और ये लोग उन राहों को ढूंढ रहे हैं, राज्य में कुछ पदवी पाने के लिए, सचिव बनने के लिए, मंत्री बनने के लिए, या कुछ अधिकार पाने की तलाशी में है। എന്നാൽ യേശു പവറിനെ കുറിച്ചാ പറയുന്നത്. लेकिन प्रभु यीशु मसीह सामर्थ के बारे में चर्चा कर रहा है। അപ്പൊ കർത്താവ് അവരോട് ഇച്ചിരി ദേഷ്യപ്പെട്ടു. तब प्रभु थोड़ा सा नाराज हुआ। പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാവും. और देखिए, तब प्रभु यीशु मसीह बोल रहा है, थोड़ा सा नाराज होकर कहता है, उन समयों या कालों को जानना जिनको पिता ने अपने ही अधिकार में रखा है, तुम्हारा काम नहीं, तुम तो पवित्र आत्मा तुम्हारे ऊपर उतरने के लिए बाट जोते रहो। 2 പ്രധാന കാര്യമാണ് യേശു പറയാൻ ആഗ്രഹിച്ചത്. यीशु मसीह 2 बहुमूल्य विषयों को बताने के लिए चाहा। ഒന്ന് സാക്ഷീകരണം, पहला जो है गवाह बनना, 2 ശക്തീകരണം. और दूसरा जो है आत्मा में बलवंत होना। സാക്ഷിയാകണമെങ്കിൽ ശക്തി വേണം. गवाह बनना हो तो बलवंत होना जरूरी है। എന്താണ് സാക്ഷി എന്ന് പറഞ്ഞാൽ? गवाह का मतलब क्या होता है? അനുഭവിച്ചതും കണ്ടതുമായ കാര്യം ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഉത്തരവാദിത്തത്തോടെ പറയുന്നവനാണ് സാക്ഷി. देखो प्रियो, जो हमने अनुभव किया है, जिसको हमने देखा है, जहां पर बोलना चाहिए जिम्मेदारी के साथ वफादारी से बताना गवाह की काम होता है। നമ്മുടെ രാജ്യത്ത് പ്രമാദമായ പല കേസുകളും മഗസർ എഴുതിയപ്പോൾ 200-300 സാക്ഷികളുണ്ട്. हमारी देश में जब कोई गुनाह हो जाता है, उस समय में जो महसर तैयार करते हैं, उस समय में कम से कम 200-300 गवाहों का नाम लिखता है। എന്നാൽ ഒരു 3 മാസം കഴിഞ്ഞ് ക്രോസ് വിസ്താരം വന്നപ്പം ആ 300 സാക്ഷികളിൽ 3 എണ്ണേ ബാക്കിയുള്ളൂ. लेकिन 3-4 महीने के पश्चात उन्हें और जो मुकदमा के साथ मुद्दई के और ले आने के समय में 3-4 लोग ही बच जाते हैं। ബാക്കിയെല്ലാം എന്ത് പറ്റി? बाकी लोगों को क्या हुआ? 2 കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. और देखिए, 2 बातें उसके पीछे होते हैं। ഒന്ന് ഭീഷണി, 2 പണം. एक जो है धमकी, दूसरा जो है उनको दम देते हैं। പല സാക്ഷികളും ഭയപ്പെട്ട് പിന്മാറി.
बहुत सारे गवाह जो है और डरने के कारण पीछे हट गया। നോട്ട് ചെയ്തോളുക. പോയിന്റ് നമ്പർ 1, സാക്ഷിക്ക് ഭീഷണിയുണ്ട്. अब देखिए टिप्पणी के तौर पर इस विषय को आप ध्यान दीजिए कि एक गवाह के पीछे धमकी भी आ सकता है। ഭീഷണിക്ക് വഴങ്ങാത്ത സാക്ഷിയെ കാശ് കൊടുത്ത് മറിക്കും. जो धमकी में ഒന്നെങ്കിൽ ഭീഷണി അല്ലെങ്കിൽ പ്രോമിസ്. देखिए धमकी में जो गवाह जो है तैयार नहीं बनते पीछे हटने के लिए, उसको धन देकर उन्हें पीछे हटाता है। അപ്പൊ ഓർക്കണം, സാക്ഷിക്ക് ഭീഷണിയുണ്ട്. याद रखिए एक गवाह धमकी को सामना करना पड़ेगा। ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ കോടികൾ കൊടുത്തു മറിക്കും. अगर वो धमकी में तैयार नहीं बनते पीछे हटने के लिए, तो उन्हें करोड़ों रुपए देकर उन्हें और जो उनकी दल बदलने के लिए बोलते हैं। ക്രിസ്തീയ സഭയുടെ ആദ്യകാല സാക്ഷികളെ മുഴുവനും കൊന്നുകളഞ്ഞു. और मसीह और जो इतिहास की पहली सदियों की सारी गवाहों को मार डाला। പിന്നീട് വന്ന സാക്ഷികളെ കാശ് കൊടുത്തും പദവി കൊടുത്തും മറിച്ചു. और जो पश्चात में आया हुआ गवाहों को पैसा देके और पदवी देकर उन्हें और जो उन्हें धकेल दिया। അങ്ങനെ സാക്ഷി ഇല്ലാണ്ടായി. और उसी प्रकार गवाहों की कमी हुई, गवाही नहीं हुई। ഇങ്ങനെ കൂടി വന്നു പോകുന്നതിന് പിശാചിന് കുഴപ്പമില്ല, സാക്ഷിയായാൽ ഭീഷണിയും. अब देखिए ऐसे संकदी रखने में शैतान को कोई परवाह नहीं होते हैं, लेकिन अगर सही में गवाह बनते हैं तो गड़बड़ होता है। ഒരു എപ്പിസ്കോപ്പൽ സഭ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പോണതിന് ഭീഷണിയില്ല. और देखिए एक ऐसी पादरी लोगों की नामधारी कलीसिया के समान जाने में कोई धमकी नहीं मिलते हैं, और कोई भी उसी प्रकार जाने से कोई प्रॉब्लम समस्या भी नहीं होते हैं। അത് PYPയുടെ ഈ താലന്ത് പരിശോധന നടത്താനും സമ്മാനം കൊടുക്കാനും ഒന്നും പിശാചിന് കുഴപ്പമില്ല, അത് നല്ലതാണ്. देखिए PYPA में कोई भी और जो प्रतिभा की और जो स्पर्धा होते हैं उसमें इनाम और तोहफा देने में शैतान को बिल्कुल इतराज नहीं होते हैं। സ്പോർട്സ്, പിക്നിക്, ടൂറ്, കോമ്പറ്റീഷൻ, ഈ പരിപാടിക്കൊക്കെയുള്ള സ്ഥലമായി ചർച്ച് ക്രമേണ മാറുന്നതിന്റെ സൈക്കോളജി മനസ്സിലായോ? देखिए आप लोग इस विषय की मानसिक और जो आधार आपको समझ लिया है कि कलीसिया कैसे और जो खेलकूद में, मनोरंजन में और इत्यादि विषयों में की पतन क्यों होता है। ഒരു ആത്മീയ മീറ്റിംഗിന് വരാത്ത പിള്ളേരും ടാലന്റ് കോമ്പറ്റീഷന് ഭയങ്കര ഉത്സാഹമായിട്ട് വരും. और कोई भी आत्मिक संगति में ना आने वाले बच्चे भी टैलेंट टेस्ट में उत्साह के साथ आते हैं। പല ചർച്ചുകളിലും ചെന്നാലുണ്ടല്ലോ, ലൈബ്രറിയോ പുസ്തകങ്ങളോ ഒന്നുമില്ല, ഈ തുരുമ്പ് പിടിച്ച കുറെ കപ്പ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ്. कई सारी कलीसिया में जाने के बाद वहां पर कोई और जो पुस्तक नहीं रखते हैं, कोई पुस्तकशाला नहीं होती है, वहां पर जो पुरानी जो काई लगा हुआ ट्रॉफियां लगे रखते हैं। വീടുകളിലും കാണാം. घरों में भी इसी प्रकार रखे रहता है। ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ല, സഭ നശിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കിക്കോണം. ये सब देखने के समय हमें आनंदित नहीं होना चाहिए, इस विषय को और समझना चाहिए कि कलीसिया की पतन हो रहा है। ഇതൊരു മ്യൂസിയം ആയിക്കൊണ്ടിരിക്കുന്നു, പിക്നിക് സെന്റർ ആയിക്കൊണ്ടിരിക്കുന്നു. देखिए ये एक म्यूजियम बनते जा रहा है और पिकनिक जाने की जगह बनते जा रहा है। ഇവിടെ സാക്ഷികളില്ല, यहाँ पर गवाह नहीं है, ഇവിടെ പിടിച്ചടക്കുന്നവരില്ല, यहाँ पर परमेश्वर के लिए बलात्कार लोग नहीं होते हैं, ഇവിടെ ശത്രുവിന്റെ കോട്ടയ്ക്കെതിരെ ആത്മീക യുദ്ധം നടത്തുന്നവരില്ല, यहाँ पर शैतान की गढ़ों को तोड़ने के लिए आत्मिक लड़ाई करने वाले लोगों की कमी महसूस हो रहा है। സാക്ഷിയാകുന്നില്ലെങ്കിൽ അത് സഭയല്ല. अगर कोई गवाह नहीं बनते हैं तो कलीसिया नहीं है। രണ്ട് കാര്യത്തിനാണ് ആധുനിക തലമുറയ്ക്ക് ഉത്സാഹം. ഒന്ന് ടാലന്റ് കോമ്പറ്റീഷൻ, രണ്ട് ഇലക്ഷൻ. देखिए दो नवीन बातों में जो आधुनिक कलीसिया बहुत ही उत्तेजित होता है, पहला जो है टैलेंट कंपटीशन, दूसरा जो है चुनाव। സുവിശേഷം എത്താത്ത സ്ഥലത്തേക്ക് ഒരു മിഷൻ ടൂർ പോകാൻ പറഞ്ഞാൽ
പിള്ളേരെ കിട്ടാനില്ല. जहां पर सुसमाचार नहीं पहुंचा है वहां के लिए एक मिशन पर्यटन जाएंगे, इस प्रकार बताने से जवान लोग नहीं आते हैं. എന്താ കാര്യം? कारण क्या है? ശക്തി ഇല്ലാത്തത് കൊണ്ട്. और वो लोग क्या है, सामर्थ नहीं पाया. इसलिए സാക്ഷിയാകണമോ ശക്തി വേണം. गवाह बनना है तो बलवंत होना जरूरी होता है. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോവുകയാണ്. और मैं एक महत्वपूर्ण विषय को बताना चाहता हूँ. സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? गवाह बनने की मतलब क्या होता है? കണ്ടതും അനുഭവിച്ചതുമായ കാര്യം ഉത്തരവാദിത്വത്തോടെ ഉത്തരവാദിത്വപ്പെട്ടിടത്ത് പ്രസ്താവിക്കുന്നതാണ് സാക്ഷ്യം. जो देखा है, जो अनुभव किया है, वो ऐसी जगह पर जिम्मेदारी और वफादारी के साथ बताना और गवाही क्या काम होता है. ഞായറാഴ്ച സഭായോഗത്തിൽ കയറി സമയം കിട്ടുമ്പം കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവം എന്നെ പരിപാലിച്ചു എന്ന് പറയുന്നത് സാക്ഷിയല്ല. അത് നമ്മള് എന്തെങ്കിലും ഒരു സമയം പരിപാടി കൊടുക്കുന്നേ ഉള്ളൂ. അത് അതിനൊന്നും വലിയ കാര്യമായിട്ട് കൂട്ടണ്ട, പോട്ടെ എന്തെങ്കിലും ആട്ടെ. और देखिए, रविवार के आराधना के बीच में और जो पिछले हफ्ते हमारे जीवन में बिठा हुआ बातों की कुछ बातें बोलना असलियत में गवाही नहीं होते हैं. हम एक और जो कार्यक्रम के तौर पर उन्हें कुछ बताने के लिए समय देता है, बस इतना ही है. ഞാൻ 30 കൊല്ലം മുമ്പ് ഒരു സഭ ചാർജ് എടുത്തപ്പോ 10:30 മുതൽ 1 മണി വരെ സാക്ഷിക്ക് സമയം കൊടുത്തിട്ടും തീർന്നിട്ടില്ല. और 30 साल पहले कलीसिया में जब मैं सेवक की तौर पर और जो उसकी जिम्मेदारी मैंने लिया, उस समय में 10:30 से लेकर दोपहर 1 बजे तक भी समय दिया, तो भी गवाही समाप्त नहीं हुआ था. അപ്പൊ വചനം പറയാനോ കർത്തൃമേശ നടത്താനോ ഒന്നിനും സമയമില്ല. तब जो प्रभु का वचन बांटने में और प्रभु भोज करने में वहां पर बिल्कुल समय नहीं मिला. എല്ലാരും ഇഷ്ടം പോലെ സമയം എടുക്കും. और जो सारे लोग इस प्रकार की कार्यक्रम में बहुत समय लेते हैं. പ്രാർത്ഥിച്ചു, 1 മാസം പ്രാർത്ഥിച്ചപ്പോ തമ്പുരാൻ ഒരു ബുദ്ധി തന്നു. 1 महीना प्रार्थना किया, तब प्रभु ने इस प्रकार एक बुद्धि मुझे दी. 1 മാസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച സഭായം കഴിഞ്ഞ് ഈ കവലയിൽ പരസ്യവും കൊണ്ട് ഇന്ന് സാക്ഷി പറഞ്ഞവരെല്ലാം അവിടെ സാക്ഷി പറയണമെന്ന് പറഞ്ഞു. और 1 महीने के पश्चात मैंने और जो आराधना के बीच में इस प्रकार बताया कि आज जो भी गवाही दिया है, सारे लोग जो खुले मैदान में इस आराधना के पश्चात जो एक मीटिंग रखा है वहां पर आकर गवाही देना है. इस प्रकार मैंने कहा. സഭായം കഴിഞ്ഞ വഴി ഓരോരുത്തരായിട്ട് പാഴ്സനേജ് വന്ന് കണ്ടേച്ച് സോറി പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞ് നിൽക്കാനൊക്കെ ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന്. और बहुत सारे लोग आराधना के पश्चात मेरे पास आया और क्षमा मांगते हुए कहा, और जो दोपहर में हमें बहुत ही जरूरी काम के लिए जाना है, इसलिए जो इस प्रकार की जो ओपन मीटिंग में हम नहीं आ सकते हैं. എന്നാ ഇന്ന് കുഴപ്പമില്ല, അടുത്ത ആഴ്ച പറയാവോന്ന് ചോദിച്ചു. तो मैंने पूछा क्या आज ठीक है, चलेगा, लेकिन अगले हफ्ते आप आओगे क्या? അങ്ങനെ നിർബന്ധിച്ചാൽ ഇനി ഞാൻ സഭായത്തിന് വരികയായിരുന്നു. तब उन्होंने इस प्रकार जवाब दिया, अगर आप इस प्रकार मजबूर करेंगे तो अगले हफ्ते हम आराधना में भी नहीं आएंगे. അതോടുകൂടി അകത്തെ സാക്ഷി ഏതാണ്ടൊന്ന് ഒതുങ്ങി. और तब से लेकर जो कलीसिया की भीतर जो गवाही देते हैं उसकी थोड़ा सा कमी हुई. അവനവന്റെ നാട്ടിലെ കവലകളിൽ എങ്ങും സാക്ഷ്യം പറയാൻ ധൈര്യം ഇല്ല, അത് മുഴുവൻ ഹോളിനകത്താണ് തീർക്കുന്നത്. देखिए, अपने अपने प्रांतों में अपने और जो चौराहा में गवाही देने के लिए बिल्कुल किसी को भी इच्छा नहीं है. सब कुछ कलीसिया के अंदर आकर कहता है. സാക്ഷിയാകണം. देखिए, गवाह बनना है. ഇനി സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ എന്തിന്റെ സാക്ഷി? अब गवाह बनना, किसकी गवाह बनना है? യേശു ക്രിസ്തുവിന്റെ സാക്ഷി. मसीह की गवाह बनना है. സുവിശേഷത്തിന്റെ സാക്ഷി. सुसमाचार का गवाह बनना है. 2 വാക്യങ്ങളുണ്ട്. और 2 आयतें हैं. ഒരെണ്ണം കൊരിന്ത്യ ലേഖനത്തിലും ഒരെണ്ണം തിമോത്തിയോസിന്റെ ലേഖനത്തിലുമാണ്. പ്രതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. और देखिए, एक जगह पर प्रेरित पौलुस इस प्रकार बता रहा है कि और प्रभु यीशु मसीह पर ध्यान दे कि वो परमेश्वर की ओर से आकर मनुष्य के रूप धारण करते हुए मनुष्यों के लिए जो क्रूस पर चढ़ा, वो मेरी गवाह है.
വാക്യ നമ്പർ മാത്രം പറയാൻ സമയം പോകും, ഒത്തിരി കാര്യം പറയാനുണ്ട്. 2 തിമോത്തിയോസ് 2:8 1 കൊരിന്ത്യർ 15:3 എഴുതിയിട്ട് കൊള്ളുക. और एक जो है और पहला कुरिन्थियों की पत्री 10:15 और दूसरा जो है दूसरा तिमोथियोस की पत्री 2 अध्याय 8वीं पद. വെരി ഗുഡ്. ഈ 2 സ്ഥലത്തും സുവിശേഷം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. और ये दोनों जगह पर सुसमाचार क्या है कर बताया है. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആണ് സുവിശേഷം. यीशु मसीह को स्मरण रखो जो दाऊद के वंश से हुआ और मरे हुओं में से जी उठा और ये मेरे सुसमाचार के अनुसार है. അപ്പൊ ഒരു ചോദ്യം, तब एक सवाल उठता है, യേശു ക്രിസ്തുവിന്റെ ജനനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? क्या मसीह का जन्म आप लोग कोई देखा है? മരണം കണ്ടിട്ടുണ്ടോ? क्या उसकी मृत्यु को आप लोग देखा है? ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടുണ്ടോ? क्या उसकी जी उठना आप लोग में से कोई देखा है? കണ്ട ഒരാളുണ്ട്. और देखा हुआ एक व्यक्ति है. ക്രിസ്തു മരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഹോളി സ്പിരിറ്റ്. और जो मसीह की मृत्यु के समय साथ में जो था वो व्यक्ति है पवित्र आत्मा. എവിടെ എഴുതിയിരിക്കുന്നത്? कहां पर लिखा है? എബ്രായർ 9:14. എടുക്കണ്ട, നോട്ട് ചെയ്താൽ മതി. इब्रानियों की पत्री 9:14. യേശു മരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. എബ്രായർ 9:14. प्रभु यीशु मसीह के मृत्यु के समय पवित्र आत्मा साथ थे. യേശു ഉയർത്തപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. प्रभु यीशु मसीह के झूठने के समय में भी पवित्र आत्मा उनके साथ थे. എഫേസ്യർ 1:20. इफिसियों की पत्री 1 अध्याय 20वां पद. യേശുവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസ് 4:1. प्रभु यीशु मसीह की सेवकाई में पवित्र आत्मा साथ थे. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസ് 1:5, മത്തായി 1:20. और प्रभु यीशु मसीह के जन्म के समय में भी पवित्र आत्मा साथ थे. और लूक 1:5, मत्ती 1:20. അപ്പൊ യേശുവിന്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം, ഇതിനെല്ലാം സാക്ഷി ഹോളി സ്പിരിറ്റ് ആണ്. अब देखिए प्रभु यीशु मसीह का जन्म, उनकी सेवकाई और उनकी मृत्यु, उनकी जी उठना, ये सब की गवाह है पवित्र आत्मा. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 15:26. और एक पद पढ़ना चाहता हूं, यूहन्ना रचित सुसमाचार 15:26. परंतु जब वह सहायक आएगा जिसे मैं तुम्हारे पास पिता की ओर से भेजूंगा, अर्थात सत्य का आत्मा जो पिता की ओर से निकलता है, तो वह मेरी गवाही देगा. മലയാളം ആരെങ്കിലും വായിക്കാമോ? ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുകയും നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. അപ്പോൾ സാക്ഷ്യം പറയാനാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. देखिए, गवाही दिलवाने के लिए, देने के लिए पवित्र आत्मा आता है. ഇനിയും 14:26 നോക്കിയേ. और 14:26 देखिए. परंतु सहायक, പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർപ്പിക്കുകയും ചെയ്യും. परंतु सहायक अर्थात पवित्र आत्मा जिसे पिता मेरे नाम से भेजेगा, वह तुम्हें सब बातें सिखाएगा और जो कुछ मैंने तुमसे कहा है वह सब तुम्हें स्मरण कराएगा. ഇത് കർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. अब प्रभु यीशु मसीह की मृत्यु की थोड़ी देर पहले बताया हुआ बातें हैं ये. ഉയർത്തെഴുന്നേറ്റ് വന്നേച്ച് അത് തന്നെ പറയാ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയും. और जी उठने के पश्चात भी प्रभु यीशु मसीह यही बात बता रहा है, जब तुम पवित्र आत्मा पाओगे तुम मेरे गवाह बनोगे. കാരണം ക്രിസ്തുവിന്റെ സാക്ഷി ആകാൻ നിങ്ങൾക്ക് എന്ത് ആധികാരികത? और क्योंकि मसीह की गवाह बनने के लिए तुम्हारी जीवन में आधिकारिकता क्या होती है?
പണ്ടൊരിക്കൽ ഒരു സായിപ്പ് പ്രസംഗിക്കാൻ വന്നു. തർജിമക്കാരനെ കിട്ടാനില്ലാഞ്ഞിട്ട് മാനസാന്തരപ്പെടാത്ത ആളെ കൂലിക്ക് വിളിച്ചു. अब देखिए, पहले एक अंग्रेज की एक जो बंदा जो है और सुसमाचार के लिए आया, उस समय में एक उद्धार पाया हुआ व्यक्ति नहीं मिला, इसलिए एक व्यक्ति को और भाड़े पे लिया. സായിപ്പ് പെട്ടെന്ന് ആത്മാവിലായിട്ട് പറഞ്ഞു, എന്റെ യേശു ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കും. और वो जो आत्मा में होकर अंग्रेज ने इस प्रकार बताया, मेरा यीशु आज तुम्हें चंगाई देगा. ഉടനെ തർജ്ജിമക്കാരൻ പറയാ, സായിപ്പിന്റെ യേശു ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. और तब ये जो अनुवाद करने वाला व्यक्ति इस प्रकार बता रहा है, जो अंग्रेज की यीशु जो है आज तुम्हें चंगाई देगा कर वो कहता है. വിവരം മനസ്സിലായില്ലേ? क्या आप समझिए? എന്റെ യേശു ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കണം എന്ന് പറയണമെങ്കിൽ എന്റെ അകത്ത് ആത്മാവുണ്ടല്ലേ പറ്റുള്ളൂ. और देखिए प्रियो, आज मेरा यीशु तुम्हें चंगाई देगा, इस प्रकार बताने के लिए वैसा व्यक्ति हिम्मत करेगा जिसने पवित्र आत्मा पाया हो. സാക്ഷിയാകണോ? ശക്തി വേണം. अगर गवाह बनना है तो परमेश्वर की आत्मा की सामर्थ्य भी पाना होगा. ആധികാരികത വേണമെങ്കിൽ അനുഭവം വേണം. और देखिए प्रियो, अगर जो आधिकारिकता के तौर पर अगर कहना है तो अनुभव रखना होगा. സ്തെഫാനോസ് ആധികാരികമായി സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒറ്റ ഏറ് വന്ന് തലക്കിട്ട് കൊണ്ടു. अब जब स्टीफन जो है और जो बहुत ही हिम्मत के साथ गवाही देने के समय में उसके माथे पे पत्थर गिरा. അപ്പളെ മുട്ടുകുത്തി. अब देखिए, फेंका हुआ पत्थर माथे पे गिरने के तुरंत वो घुटने टेका. മരിച്ചു, പക്ഷെ പരാജയപ്പെട്ടില്ല. अब देखिए, उसकी मृत्यु तो हुई लेकिन वो पराजित नहीं हुआ. കല്ലേറിന്റെ മുമ്പിൽ പതറാതെ അവനെ നിർത്തിയത് അവന്റെ ഡിഗ്രി അല്ല, അഭിഷേകമാണ്. देखिए, पतरवा के सामने बिल्कुल डगमगाते ना होकर टिकने के लिए जो सामर्थ जो मिला है उसकी डिग्री के कारण नहीं है, पवित्र आत्मा की अभिषेक के कारण हुआ है. നീ ഒരു അധ്യാപകനാകാൻ പഠനം ആവശ്യമാണ്, സാക്ഷിയാകാൻ ശക്തി ആവശ്യമാണ്. एक अध्यापक बनना हो तो तुम्हें डिग्री की जरूरत होती है, लेकिन अगर गवाह बनना हो तो सामर्थ्य की जरूरत होती है. നിങ്ങൾ എല്ലാരും കൂടി അധ്യാപകരാകല്ലേ, കുറച്ചു പേരെങ്കിലും സാക്ഷികളാകണേ. और मेरा विनती ये है, आप लोग सारे लोग अध्यापक ना बने, थोड़ी लोग गवाह भी बने. കുറെ വർഷങ്ങളായി സെമിനാരികൾ അധ്യാപകരെ മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. और कई सालों से हमारी सेमिनारियों से केवल अध्यापक लोगों को ही और जो उत्पाद करते हुए बाहर भेजते हैं. എന്നാൽ കോട്ടയത്ത് ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു, അത് നടത്തിയത് പാസ്റ്റർ PM ഫിലിപ്പാണ്. और लेकिन कुछ साल पहले कोटा में बाइबल स्कूल हुआ करता था, उसका जो अगुवे जो है पास्टर PM फिलिप थे. അവിടുന്ന് സാക്ഷികളെയാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. और वहां पर और जो गवाहों को उत्पन्न करते हुए बाहर भेजता था. അധ്യാപകരെയല്ല. वहां पर कोई अध्यापक नहीं बनते थे. പക്ഷെ അവർ പിന്നീട് അധ്യാപകരാകും, അത് വേറെ വിഷയം. സാക്ഷിയാകണം. अब देखिए, वो पश्चात वो लोग अध्यापक भी बनते हैं, लेकिन पहले इस विषय की जरूरत होता है कि पहले गवाह बने. സാക്ഷിക്ക് ഭീഷണിയുണ്ട്. अब देखिए, गवाह लोग धमकी को सामना करते हैं. പേടിപ്പിക്കും, അല്ലെങ്കിൽ പദവി കൊടുത്ത് ഒതുക്കും. और देखिए, उन्हें डराने के लिए कोशिश करते हैं, नहीं तो धन देकर उन्हें चुप कराता है. മരണമോ ഭീഷണിയോ ഉപദ്രവമോ കഷ്ടതയോ പട്ടിണിയോ ഒന്നും എന്നെ പിന്നോട്ട് മാറ്റുകയില്ലെന്ന് പറയുന്ന ഒരു സാക്ഷിയെ കാണാം. പേര് പൗലോസ്. देखिए, और जो कितना भी अकाल और जो सताव, पीड़ा, कष्ट और क्लेश कुछ भी क्यों ना हो, मैं कभी भी पीछे नहीं हटेंगे, इस प्रकार बताने वाला एक गवाही को हम देखते हैं. उसका नाम है पौलुस. പരിശുദ്ധാത്മാഭിഷേകമാണോ വേദപുസ്തക ജ്ഞാനമാണോ പ്രധാനം? और जो पवित्र आत्मा की अभिषेक या पवित्र शास्त्र की ज्ञान, इसमें किस विषय को हम अहम समझते हैं? ഒട്ടും സംശയിക്കണ്ട, ആത്മശക്തിയാണ്
ആത്മശക്തിയാണ് ആത്മശക്തിയാണ് പ്രധാനം. बिल्कुल संदेह ना कीजिए, आत्मा की सामर्थ सबसे महत्वपूर्ण होते हैं. എന്തുകൊണ്ട്? किस लिए? ആത്മശക്തി നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങൾ വചനത്തിലേക്ക് തനിയെ വന്നുകൊള്ളും. आत्मा की सामर्थ जब आप पाओगे तब आप ऐसा ही यूं ही वचन की ओर आएगा. കാരണം സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. क्योंकि सत्य की आत्मा तुम्हें सारी सत्यों पर अगुवाई कर ले जाता है. എന്നാൽ വചനപാണ്ഡിത്യം ഒരുവനെ അഭിഷേകത്തിലോട്ട് നടത്തുമോ? क्या वचन की जो ज्ञान एक व्यक्ति को अभिषेक की ओर ले जाएगा? ഒരിക്കലും ഇല്ല. बिल्कुल नहीं. വേദപുസ്തക പഠനം ഒരുവനെ ആത്മനിറവിലേക്ക് നടത്തണമെന്ന് നിർബന്ധമില്ല. इस बात में पक्का नहीं है कि एक व्यक्ति वचन पर ज्यादा ज्ञान पाते हैं उस व्यक्ति आत्मा की अभिषेक की ओर जाना ये बात जरूरी नहीं होती. അതെന്താ? उसका कारण क्या है? പ്രാക്ടിക്കൽ മറുപടി പറയാം. और मैं व्यावहारिक तौर पर मैं जवाब देना चाहता हूं. ലോകത്തിലെ പ്രമുഖ വേദപുസ്തക കമന്ററികൾ എഴുതിയ 75% ആളുകളും ब्रदरन बैप्टिस्ट टीचर्स. और देखिए पवित्र शास्त्र की कम से कम 75% व्याख्या लोग जो है वो ब्रदरन और बैप्टिस्ट और जो संदर्भ से निकले हुए लोग हैं. അപ്പൊ അവര് വേദോത്സവം പഠിച്ചു, പക്ഷെ ആത്മസ്നാനത്തിലോട്ട് നടത്തപ്പെട്ടില്ലല്ലോ. वो लोग पवित्र शास्त्र को अच्छी तरीके से सीखा लेकिन उनका जीवन में आत्मा की अभिषेक की ओर जाने की एक नियुक्ति नहीं पाई. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്നല്ലേ കെ എബ്രഹാം പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചപ്പോൾ പുറത്താക്കപ്പെട്ടത്. उसी प्रकार की एक झुंड में से जब पास्टर जो जी है जो पवित्र आत्मा पाया उस समय में उन्हें बाहर धकेला. കുമ്പനാട്ട് പന്തലിന് കാല് കുഴിച്ചിടുക. देखिए कुंभनाट में जब पंडाल बनाता है उसको खंभा जो गाड़ने के समय അപ്പൊ ആ കാല് കറക്റ്റ് വീഴാവുന്ന കുഴിയാ എടുക്കേണ്ടത്. അപ്പൊ ഒരുത്തൻ കുത്തി കുത്തി കുഴി വലിയ കിണർ പോലെയാകുക. देखिए ऐसे गड्ढा खोदना चाहिए जहां पर इस जो खंभा जो है सही तरीके से बिठा सकते हैं. एक व्यक्ति जो है कूद कूद कर बहुत ही गहराई में खोदा. അപ്പൊ സാറപ്പച്ചനടുത്തേക്ക് എന്ന് ചോദിച്ചു, നീ അഭിഷേകം പ്രാപിച്ചാണോടാ? तो उनके पास आकर पूछा क्या तुमने अभिषेक पाया है? അപ്പൊ അല്ലെന്ന് പറഞ്ഞു. तब उसने बताया मैं अभिषेक नहीं पाया हूँ. കമ്പി വെച്ചു വീട്ടിൽ പോക്കോ, അഭിഷേകം പ്രാപിച്ചിട്ട് വന്നാ മതി എന്ന്. और तब उससे बताया कि तो ये काम छोड़कर अपने घर चले जा, अभिषेक पाने के बाद यहाँ पर आए. അപ്പൊ അന്ന് പന്തലിന് കാല് കുഴിച്ചിടണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം നിർബന്ധമായിരുന്നു. देखिए पंडाल में जब खंभा गाड़ना है तो भी एक अभिषेक प्राप्त किया हुआ व्यक्ति को ही ये काम दिया करते थे. ഇന്നിപ്പോ കൺവെൻഷൻ പ്രസംഗിക്കണമെങ്കിൽ പോലും അഭിഷേകം വേണ്ട. आजकल कन्वेंशन में और जो प्रचार करने के लिए भी अभिषेक की कोई जरूरत नहीं होती है. അത്രമാത്രം നമ്മൾ പുരോഗമിച്ചിരിക്കുക. तो देखिए इतना अधिक है हम लोग आगे बढ़ गए हैं. കോട്ടയം വടവാതൂർ ചർച്ചില് ഞാനൊരു ഞായറാഴ്ച ഡ്രം കൊട്ടുക. और कोटयम वड़वादूर चर्च में एक बार जब मैं बाजा बजा रहा था 10-14 വയസ്സ് കാണുമായിരിക്കും. और जो शायद 14 साल की उम्र होगी. കെ എം ജോസഫ് സാറാണ് അന്നത്തെ പാസ്റ്റർ. उस समय में के एम जोसफ जी उस समय की पासवान थे. എനിക്ക് ഇച്ചിരി താളമൊക്കെ ഒരുവിധം അറിയാം. और मैं अच्छी तरीके से बजाता था. ഞാൻ നല്ല താളത്തിന് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക. और मैं अच्छी तरीके से बाजा बजा रहा था. കെ എം ജോസഫ് പാസ്റ്റർ ആ പാട്ടിന്റെ നടുവിൽ ആൾക്കാരുടെ മധ്യത്തിൽ ഇങ്ങോട്ട് വന്ന് എന്റെ കയ്യിൽ നിന്ന് ഡ്രം തട്ടിപ്പറിച്ചു. और जो लोगों के सामने जब ये मैं बजा रहा था उस समय में वो आकर मेरे से ये बाजा छीन लिया. എന്നിട്ട് പാട്ട് നിർത്തിച്ച് ചോദിച്ചു, അഭിഷേകം പ്രാപിച്ച ആരും ഇല്ലേ ഇവിടെ ഡ്രം കൊട്ടാണെന്ന്. उसके बाद इस प्रकार उन्होंने पूछा कि अभिषेक पाया हुआ कोई व्यक्ति नहीं है यहाँ पर बाजा बजाने के लिए. എനിക്ക് പുള്ളിയോടുള്ള ആ ദണ്ണം ഈ അടുത്ത കാലത്താ മാറിയത്. और उस समय की जो दुख है जो इस हाल ही में ही मेरा जीवन से निकला. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ ബൈബിൾ സ്കൂളിൽ ചെന്ന് പഠിച്ച്
അവിടെ കുറെ കാലം നിന്നപ്പോഴാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു നിലപാട് എടുത്തതിന്റെ ഗുണം എനിക്ക് മനസ്സിലായത്. और उसके बाद उन्होंने जो चला रहे थे उस बाइबल कॉलेज में मैं सीखने के लिए गया. अध्ययन के बाद मुझे समझ में आया इस प्रकार की निर्णय उसने क्यों लिया था. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള ലീഡേഴ്സ് ഒന്നും ഇല്ല. ഇന്ന് അഭിഷേകം പ്രാപിച്ചില്ലെങ്കിലും ഡ്രം കൊട്ടുകയോ എന്ത് കോപ്രായം വേണമെങ്കിലും കാണിക്കാം. और आजकल इसी समान कुछ भी बातें नहीं होती है. अभिषेक पाए ना पाए तो कोई भी परवाह नहीं करता है, कुछ भी बाजा आप बजा सकते हैं. അഭിഷേകത്തിനെതിരെ, അന്യഭാഷയ്ക്കെതിരെ, പ്രവചനത്തിനെതിരെ, കൃപാവരങ്ങൾക്കെതിരെ, ഭൂതശാന്തിക്കെതിരെ അതിനെയൊക്കെ ഒന്ന് ഡീഗ്രേഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് കളിയാക്കി പ്രസംഗിക്കുന്നവർക്കാണ് ഡിമാൻഡ്. देखिए आजकल उन लोगों की प्रचार के लिए बहुत मांग होती है, जो जिन लोगों ने अभिषेक के विरुद्ध और जो आत्मा सामर्थ्य के विरुद्ध में और अन्य भाषा के विरुद्ध में और दुष्ट आत्मा निकालने के विरुद्ध में जो बातें करते हैं उनकी ज्यादा चलती है. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. देखिए प्रियो वो समय समाप्त हो चुका है. ദൈവം ഒരു ഉണർവ് തന്റെ സഭയിൽ അയക്കാൻ പോകുന്നു. परमेश्वर एक बेदारी को उनकी कलीसिया में भेजने जा रहा है. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. और जो उनकी बेटा और जवानों और जो दर्शन जो भविष्यवाणी करेगा. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. जवान लोग दर्शन देखेंगे. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. अंतिम समय में और सारे लोगों पर मेरी आत्मा को मैं ढेलूंगा. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. आप लोग यरूशलेम छोड़कर ना जाएं, पिता ने दिया हुआ प्रतिज्ञा को पाने के लिए बाट जोते रहना. ആത്മശക്തി പ്രാപിക്കുക. आत्मा की सामर्थ पाए. ആത്മശക്തി പ്രാപിക്കുക. आत्मा की सामर्थ पाए. ഇല്ല എങ്കിൽ നമ്മുടെ സഭയുടെ ഭാവി അപകടമായിരിക്കും. नहीं तो हमारी कलीसिया की भविष्य जो है वो बिल्कुल विपत्ति की और आपत्ति की ओर जाएगा. നമ്മുടെ ചെറുപ്പക്കാർ ആത്മനിറവ് പ്രാപിക്കട്ടെ. हमारी जवान लोग आत्मा की भरपूरी पाने दो. നമ്മുടെ സഭകളിൽ കാത്തിരിപ്പ് യോഗം മടങ്ങി വരട്ടെ. हमारी कलीसियाओं में बाट जोड़ने की सभा की आयोजन होते जाए. രോഗശാന്തി വരം വീണ്ടും വെളിപ്പെടട്ടെ. और जो बीमारी से चंगाई देने वाला वरदान जो है, चंगाई का वरदान लोगों पर प्रकट होने पाए. യുവ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. और जवान भविष्यताएं उठकर खड़े होने पाए. ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകുക. सामर्थ पाकर गवाह बनने पाए. അതിനെന്താ മാർഗം? उसके लिए और क्या तरीका है? കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. വേറൊരു വഴിയില്ല. बाट जोड़ना है, प्रार्थना करना है, और कोई अन्य मार्ग बिल्कुल नहीं है. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. यहोवा की बाट जोड़ने वाला बलवंत होते जाएगा. പ്രിയപ്പെട്ടവരെ, ആത്മശക്തിക്ക് പകരമല്ല വേദപുസ്തക പഠനം. प्रियो, आत्मा की सामर्थ पाने की एक और जो एवज नहीं होती है कि पवित्र शास्त्र की अध्ययन. പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിച്ചുകൊള്ളുക. പക്ഷെ ആത്മശക്തി പ്രാപിക്കുന്നതിനെ ചെറുതായി കാണരുതേ. अगर आप हो सके पवित्र शास्त्र की अध्ययन करते जाइए, लेकिन ये इसके बदले में ना रखें कि पवित्र आत्मा की अभिषेक के बदले में. കെട്ടിടം കുലുങ്ങുന്ന ശക്തി ആദിമസഭ അനുഭവിച്ചു. जो इमारतों को हिलाने की सामर्थ्य उसी प्रकार पहली सदी की लोग आत्मा की ओर से पाया. കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകുന്ന ശക്തി ആദിമസഭ അനുഭവിച്ചു. बंदीगृह की नींव जिस तरह हिलते हैं उसी प्रकार की सामर्थ्य उन लोगों ने अनुभव किया.
എഫേസോസിൽ പൗലോസ് പ്രസംഗിച്ചപ്പോൾ ആത്മശക്തി വെളിപ്പെട്ടതിനാൽ 5 കോടി രൂപയുടെ ആഭിചാര ഗ്രന്ഥങ്ങൾ പരസ്യമായിട്ട് തീ കത്തിച്ചു. देखिए, जब प्रेरित पौलुस ने इफिसुस में प्रचार किया, उस समय में 5 करोड़ रुपए की जादू टोने की पुस्तकों को उन लोगों ने इकट्ठा करते हुए जलाया था. ലുസ്ത്രയിൽ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗർഭപാത്രം മുതൽ മുടന്തനായിരുന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റു. लुस्त्रा में जब वो प्रचार किया तो मां की कोख से जो लंगड़ा व्यक्ति था वो कूद कर नृत्य करने लगा. ഇത് എന്നാ നിന്നുപോയത്? ये कब रुक गया था? നമ്മൾ നിർത്തിയത് കൊണ്ട് നിന്നതാ. हमने रोक रखा है इसलिए रुक गया है. പൗലോസ് കണ്ണടച്ച് പ്രസംഗിക്കുകയല്ലായിരുന്നു. और पौलुस जो है आंख बंद कर प्रचार नहीं कर रहा था. നോട്ട് നോക്കി വായിക്കുകയല്ലായിരുന്നു. और कोई भी टिप्पणी की सहायता से वो पढ़ नहीं रहा था. പേഴ്സണൽ സെക്രട്ടറി എഴുതി കൊടുത്ത നോട്ട് വായിക്കുന്ന രാഷ്ട്രീയ പ്രസംഗനല്ലായിരുന്നു പൗലോസ്. उसकी जो सेक्रेटरी जो लिख के जो दिया जाते हैं उसको पढ़कर सुनाने वाली एक राजनीति का नेता जैसे नहीं करता था वो. പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ പൗലോസ് നോക്കി അവൻ സൗഖ്യം പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ആത്മാവിൽ വിവേചിച്ചിട്ട് ബൈബിൾ അടച്ചവിടെ വെച്ച് അവനോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. और जब प्रचार कर रहा था उसने इस लंगड़ा व्यक्ति को देखकर आत्मा में इस विषय को जाना कि वो चंगाई पाने के लिए विश्वास रखते हैं, तब प्रचार बंद करके उससे कहा तुम अपने पैर के बेल पर खड़े हो जा. അവൻ जनिച്ച് വീണ കാലം തൊട്ട് അമ്മയോട് ചോദിക്കും, അമ്മേ മറ്റു പിള്ളേര് നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റുമോ? पैदाइश से वो माँ से पूछते थे कि देखो मेरे भाई बहन जिस प्रकार चलते हैं, अन्य जो मेरे मित्र चलते हैं वैसे में चल सकता है क्या? അമ്മ അവനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ ഇത് നമ്മുടെ വിധിയാണ്, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടന്നോളാം. और माँ रो रो कर इस प्रकार बताता है कि ये तुम्हारी तकदीर है, मैं तुम्हें उठाकर चलती फिरती रहूंगी. അപ്പനും അത് തന്നെ പറഞ്ഞു, ഡോക്ടറും അത് തന്നെ പറഞ്ഞു, പാസ്റ്ററും അത് തന്നെ പറഞ്ഞു. और पिताजी डॉक्टर और उसकी पासवान भी इसी तरह जवाब दिया था. അച്ഛനും അത് തന്നെ പറഞ്ഞു, പുരോഹിതനും അത് തന്നെ പറഞ്ഞു. और जो पादरी भी और याजक भी इसी प्रकार उत्तर दिया था. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവന്റെ അന്തരാത്മാവ് ഇവനോട് പറഞ്ഞു, നീ എഴുന്നേക്കും, നീ എഴുന്നേക്കും, നീ എഴുന്നേക്കും, നീ ട്രൈ ചെയ്യ, നീ എഴുന്നേക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ട ചിലരുടെ അകത്ത് ഇന്ന് രാത്രി പ്രതീക്ഷ തരുന്നു പരിശുദ്ധാത്മാവ്. लेकिन जब प्रेरित पौलुस प्रचार कर रहा था उस समय में उस लंगड़ा व्यक्ति के भीतर इस प्रकार आत्मविश्वास आ रहा था, पवित्र आत्मा की भरपूरी हो रहा था, मैं उठकर खड़ा हो सकता हूँ, इस प्रकार बताने के कारण वो खड़ा हो गया. पवित्र आत्मा उसका जीवन में कार्य किया. इसी प्रकार वचन को सुनने वाले लोगों के जीवन में आत्मविश्वास के साथ पवित्र आत्मा कार्य करने जा रहा है. ആത്മാവും കൂടെ കൂട്ടിമുട്ടുന്ന കണ്ടോ? देखिए, आत्मा पवित्र आत्मा के साथ मुलाकात करता है. പൗലോസിന്റെ അകത്തെ ആത്മാവ് പറഞ്ഞു, ഈ ഇരിക്കുന്ന 500 പേരിൽ ഒരുത്തൻ ഇന്ന് രാത്രി സൗഖ്യമാവും. और पौलुस की भीतर जो पवित्र आत्मा है वो आत्मा ने कहा मेरे सामने जो बैठा हुआ 500 लोगों में से एक व्यक्ति आज चंगाई पा रहा है. ആ 500-ൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ചെറുക്കൻ, അവന്റെ അകത്ത് അതേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീയാണ് ആ ചെറുപ്പക്കാരൻ. യു ആർ ദ പേഴ്സൺ, യു ആർ ദ പേഴ്സൺ, യു ആർ ദ പേഴ്സൺ. അവൻ ചാടി എഴുന്നേറ്റു. और देखिए, इस प्रकार प्रचार करने के समय में वो 500 लोगों में से एक व्यक्ति को दर्शाते हुए और पवित्र आत्मा और प्रेरित पौलुस को कहा, और पौलुस ने इशारा देकर उससे कहा तुम आज चंगाई पा रहे हो. അതേ പൗലോസിന്റെ യോഗത്തിലും ചിലർ ഉറക്കം തൂങ്ങി വീണിട്ടുണ്ട്. और उसी पौलुस की प्रचार में और जो दूसरी जगह पर कुछ जो एक व्यक्ति जो है वो जो सोकर और जो मंजिल से गिरा था. പക്ഷേ അതേ യോഗത്തിൽ ഒരു മുടന്തൻ ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. लेकिन उसी प्रचार के समय में
एक व्यक्ति जो लंगड़ा है वो चंगाई भी पाया। ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഞാനൊന്ന് മൊത്തം ഓടിച്ചു നോക്കി, ഇതിനകത്ത് ഉറങ്ങാൻ നല്ല അവസരമുണ്ട്. और जब आज की संगति चल रहा है, आज की सम्मेलन के बीच में भी, और मैं देख रहा था कुछ लोग तो नींद की स्थिति में है। സൂമിലെ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നല്ല സോഫയിൽ സെറ്റിയേലും ഇരുന്ന് ഒന്ന് വിശ്രമിക്കാൻ നല്ല സമയമാണ്. और जो जूम मीटिंग में ऐसे होता है, बहुत ही अच्छी सुविधाजनक सोफा में हम बैठकर थोड़ी देर आराम कर सकता है। എന്നാൽ ഇന്ന് രാത്രി ചിലർ സൗഖ്യമാകാൻ പോവുകയാണ്. लेकिन आज रात कुछ लोग चंगाई पा रहे हैं, ചിലരുടെ മേൽ ആത്മശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. कुछ लोगों का जीवन में आत्मा की सामर्थ मंडराने जा रहा है। കണ്ണുകൾ അടയ്ക്കാം, आंखें बंद करेंगे। കൈ ഉയർത്തി പിടിക്കാമോ? क्या आप लोग हाथ उठा के रखेंगे? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ സഹോദരിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ സഹോദരന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഒരു പുതിയ ജീവന്റെ വ്യാപാരം, ഒരു ധൈര്യത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ പകരണമേ. हे प्रभु यीशु मसीह, मैं ये हाथ उठाकर रखा हुआ सारे लोगों के लिए, अभिषेक दास लोगों के लिए मैं प्रार्थना करता हूँ, भाइयों के लिए, बहनों के लिए मैं प्रार्थना करता हूँ। हे प्रभु जी, टूटा हुआ हड्डियों पर तुम्हारी आत्मा की कार्य होने पाए, वो प्रफुल्लित होकर प्रभु यीशु मसीह के लिए खड़ा होने के लिए कारण बनाए, प्रभु यीशु मसीह के नाम में। ആമേൻ, 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 आमीन, आमीन, आमीन। Praise the Lord. എല്ലാ ഭാരവാഹികൾക്കും ബോർഡ് മെമ്പേഴ്സിനും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി. ഗാഡ് ബ്ലസ് യു. सारे कार्यकर्ताओं को और बोर्ड की सदस्यों को तहे दिल से धन्यवाद देता हूँ। നമ്മുടെ